Hello dear students, welcome to Target Learning App. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ 10th ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ. സോ ലിസൺ, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഫോക്കസ് ഏരിയ ബേസ് ചെയ്യുന്ന ക്ലാസ് ആണ്. മക്കൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഞാൻ പെട്ടെന്ന് ഓരോ ടോപ്പിക്സും എടുത്തു പോകും. അപ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സോ ഇതിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ള കാര്യം വൈദ്യുത ഉപകരണങ്ങളിലെ ഊർജ്ജ മാറ്റമാണ്. വൈദ്യുത ഉപകരണങ്ങളിലെ ഊർജ്ജ മാറ്റം എന്ന് പറയുമ്പോൾ ഇതാണ് ഫസ്റ്റ് ടോപ്പിക്. ഇതിൽ നമ്മൾ നമുക്കറിയാം ഫാനിൽ എന്താ ഊർജ്ജ മാറ്റം? വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജമാക്കി മാറ്റും അല്ലേ മക്കളെ? ഓക്കെ, ഹീറ്റർ ആണെങ്കിലോ വൈദ്യോർജ്ജം താപോർജ്ജമാക്കി മാറ്റും. അങ്ങനെ ഇനി നമുക്ക് വേറെ ഉണ്ട് എമോഷൻ ഹീറ്ററൊക്കെ അങ്ങനെ തന്നെ വൈദ്യോർജ്ജം താപോർജ്ജമാക്കി മാറ്റും. ബൾബാണെങ്കിലോ വൈദ്യോർജ്ജം പ്രകാശോർജ്ജമാക്കി മാറ്റും. അങ്ങനെ അപ്പം നമ്മളെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വൈദ്യുത ഉപകരണങ്ങളിൽ ഉണ്ടാകുന്ന ഊർജ്ജ മാറ്റം എന്താണെന്നുള്ള കാര്യം ഫസ്റ്റ് മക്കൾ പഠിച്ചു വെക്കേണ്ടത്. അത് വളരെ സിമ്പിൾ കാര്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് വരുന്ന കാര്യം അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. നൗ ലിസൺ, അത് ഓക്കെ. നൗ നെക്സ്റ്റ് വൺ ഈസ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം. ഈ ചാപ്റ്ററിന്റെ പേര് തന്നെ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്നാണ്. സോ രണ്ട് ഫലങ്ങളെ കുറിച്ച് അങ്ങ് പഠിക്കാനുള്ളത്. വൈദ്യോർജ്ജം ഒന്ന് താപോർജ്ജമാക്കി മാറ്റുന്ന കാര്യം, ഒന്ന് വൈദ്യോർജ്ജം പ്രകാശോർജ്ജമാക്കി മാറ്റുന്ന കാര്യം. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ ലിസൺ, ആദ്യം വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം. അതിലെന്താ വരുന്നത്? ഫസ്റ്റ് വരുന്ന കാര്യമാണ് മക്കളെ ജൂൾ നിയമം. എന്താണ് ജൂൾ നിയമം? ആദ്യം പഠിക്കണം. ജൂൾ നിയമം എന്ന് പറഞ്ഞാൽ ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ പറഞ്ഞൊരു നിയമമാണ്. നമുക്കറിയാം, നമ്മളൊരു ചാലകം എടുത്തു കഴിഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കടാ, ഒരു ചാലകം എടുത്തു. ഒരു ചാലകത്തിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ടെങ്കിൽ ആ ചാലകത്തിൽ എന്ത് ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കും? താപം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കും. ഓക്കെ മക്കളെ, പ്രതിരോധമുള്ള ഏതൊരു ചാലകം എടുത്താലും എല്ലാ ചാലകത്തിനും എന്തുണ്ട്? പ്രതിരോധമുണ്ട്. അപ്പൊ പ്രതിരോധമുള്ള ഏത് ചാലകം എടുക്കുകയാണെങ്കിലും അതിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ടെങ്കിൽ അവിടെ താപം ഉൽപ്പാദിപ്പിക്കപ്പെടും. ആ താപത്തിന്റെ അളവ് എത്രയാണ് എന്നതിനെ കുറിച്ചാണ് ജൂൾ നിയമത്തിൽ പറഞ്ഞത്. സോ മക്കളെ, ജൂൾ നിയമം എന്താണ്? ജൂൾ നിയമം എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. ഒരു ചാലകമുണ്ട്, അതിന്റെ പ്രതിരോധം 6 ആണ്. അതിലൂടെ I കറണ്ട് ഒഴുകുന്നുണ്ട്. T സെക്കൻഡ് സമയം I കറണ്ട് ഒഴുകിയാൽ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം H ആണ്. സോ ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം H ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, നേർ ആനുപാതത്തിലാണ് ആർക്ക് മക്കളെ? I² ഇൻറ്റു R ഇൻറ്റു Tക്ക് എന്താണ്? നേർ ആനുപാതികമാണ് ഇവിടെ ഉൽപ്പാദിക്കപ്പെടുന്ന താപം. അപ്പൊ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി പറഞ്ഞാൽ മതി. ഈ ഒരു കാര്യം വൃത്തിയാക്കി പറഞ്ഞാൽ എന്തായി? ജൂൾ നിയമമായി. സോ വാട്ട് ഈസ് ജൂൾ നിയമം? എന്താ മക്കളെ ജൂൾ നിയമം എന്ന് പറഞ്ഞാൽ? ജൂൾ നിയമം എന്ന് പറഞ്ഞാൽ ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുന്നതിന്റെ ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവ് കറണ്ടിന്റെ വർഗത്തിന്റെയും ചാലകത്തിന്റെ പ്രതിരോധത്തിന്റെയും വൈദ്യുതി കടന്നു പോകുന്ന സമയത്തിന്റെയും ഗുണനഫലത്തിന് നേർ ആനുപാതികമാണ്. ഇതാണ് മക്കളെ ജൂൾ നിയമം എന്ന് പറഞ്ഞാൽ. ഈസ് ഇറ്റ് ക്ലിയർ? നൗ ലിസൺ, ജൂൾ നിയമപ്രകാരം H ഈ ആനുപാതിക ചിഹ്നം മാറ്റിയിട്ട് ഈക്വൽ ടു ചിഹ്നം ആക്കുന്ന സമയത്ത് ഒരു ആനുപാതിക സ്ഥിരസംഖ്യ കൊടുക്കണം അല്ലെ? കോൺസ്റ്റന്റ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എന്ന് പറയും. അപ്പോൾ ആ ആനുപാതിക ചിഹ്നം മാറ്റി ഈക്വൽ ടു ആക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട്, ഒരു സ്ഥിരസംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ സ്ഥിരസംഖ്യന്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് അവിടെ കാണിക്കണം എന്നില്ല. സോ ബാക്കി എഴുതിയാൽ മതി. H is equal to എന്ത് എഴുതാം? I² RT എന്ന് എഴുതാം. ഓൾ ഓഫ് യു ക്ലിയർ? സോ ഇത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. H is equal to I² RT. ഓം നിയമപ്രകാരം I is equal to V by R എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ആ I is equal to V by R എന്ന ഇക്വേഷൻ നമ്മൾ ഇവിടെ കൊടുത്താൽ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് H is equal to V² by R into T എന്ന പുതിയ ഇക്വേഷൻ കിട്ടി. ഓൾ ഓഫ് യു ക്ലിയർ? ഇനി R is equal to V by I എന്ന ഇക്വേഷൻ ഉണ്ട്. ഓംസ് ലോ, ഓം നിയമം തന്നെയാണ്. R is equal to V by I. ആ ഇക്വേഷൻ നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് H is equal to VIT. സോ വി ഹാവ് 3 ഇക്വേഷൻസ്. 3 ഇക്വേഷൻസ് ഉണ്ട് നമുക്ക് എന്തിന്? ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം കാണാൻ വേണ്ടിയിട്ട്. H is equal to I² RT, H is equal to V² by R into T, H is equal to VIT. ഇനി ഓരോരുത്തരും ആരാ എന്താന്നുള്ളത് പഠിക്കണം മക്കളെ. H എന്താ? ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം. ഓക്കെ, അതിന്റെ യൂണിറ്റ് എന്താ? ജൂള്. I എന്താ? കറണ്ട്. യൂണിറ്റ് എന്താ? ആംപിയർ. R എന്താ? പ്രതിരോധം. യൂണിറ്റ് എന്താ? ഓം. T എന്താ? സമയം. യൂണിറ്റ് എന്താ? സെക്കൻഡ്. V എന്താ? വോൾട്ടേജ്. യൂണിറ്റ് എന്താ? വോൾട്ട്. കഴിഞ്ഞു. ജൂൾ നിയമം കഴിഞ്ഞു. Now listen, we are going to in the next topic വൈദ്യുത പവർ. എന്താ മക്കളെ? വൈദ്യുത പവർ. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന ഫോക്കസ് ഏരിയ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് മക്കളെ. ഫോക്കസ് ഏരിയയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. മക്കളെ ശ്രദ്ധിക്കണം. ഇവിടെ നോക്ക്, എന്താ വൈദ്യുത പവർ എന്ന് പറഞ്ഞാൽ മക്കളെ? പവർ വെറും പവർ അല്ല, വൈദ്യുത പവർ. കഴിഞ്ഞ 9th നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ പവർ പഠിച്ചിട്ടുണ്ട്, പ്രവൃത്തി പവർ, ഊർജ്ജം പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പവർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? പ്രവൃത്തിയുടെ നിരക്കാണെന്ത്? പവർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ലിസൺ,
ശരിക്കും ഇവിടെ വൈദ്യുത പവറാ പറയാൻ പോകുന്നത്. അപ്പൊ എന്താ മക്കളെ വൈദ്യുത പവർ എന്ന് പറഞ്ഞാല്? വൈദ്യുത പവർ മക്കളെ പഠിക്കടാ. വൈദ്യുത പവർ എന്ന് പറഞ്ഞാല് ഒരു വൈദ്യുത ഉപകരണം കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണം, ഒരു വൈദ്യുത ഉപകരണം ഒരു സെക്കൻഡിൽ ചെലവഴിക്കുന്ന വൈദ്യോർജ്ജത്തിന്റെ അളവാണ് മക്കളെ എന്ത്? വൈദ്യുത പവർ എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കുക, ഒരു ഫാന് മക്കളെ ഒരു സെക്കൻഡിൽ 100 ജൂള് വൈദ്യോർജ്ജം ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ ഈ ഫാനിന്റെ പവർ 100 വാട്ട്സാ. അപ്പോൾ ഒരു സെക്കൻഡിൽ ഒരു വൈദ്യുതോപകരണം ചെലവഴിക്കുന്ന വൈദ്യോർജ്ജത്തിന്റെ അളവാണ് മക്കളെ എന്തെന്ന് പറഞ്ഞാൽ? പവർ എന്ന് പറഞ്ഞാൽ, വൈദ്യുത പവർ എന്ന് പറഞ്ഞാൽ. ഓൾ ഓഫ് യു ക്ലിയർ ആയല്ലോ? സോ എന്താ മക്കളെ വൈദ്യുത പവറിന്റെ എക്സ്പ്രഷൻ? P is equal to 3 ഇക്വേഷൻസ് പഠിക്കാണ്ട്. P is equal to I² R, ഒന്ന്. രണ്ടാമത്തെ ഇക്വേഷൻ P is equal to V² R, 2. മൂന്നാമത്തെ ഇക്വേഷൻ P is equal to V into I, 3. മൊത്തം 3 ഇക്വേഷൻസ് ഉണ്ട്. ഇത് കൂടാതെ ഒരു ഇക്വേഷൻ കൂടി മക്കൾ പഠിക്കണം. ദാറ്റ് ഈസ് P is equal to H/T. H എന്താ? ഉൽപ്പാദിപ്പിക്കപ്പെട്ട താപം. അപ്പൊ H/T നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ? യൂസ് ചെയ്യാൻ പറ്റും. മക്കളെ ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? P is equal W/T നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ. P is equal to പ്രവൃത്തി ബൈ ടൈം, ഇത് പഠിച്ചിട്ടുണ്ട്, ശരിയല്ലേ? ഓക്കെ, ഈ ഇവിടെ ഒരു താപന ഉപകരണം എടുക്കുകയാണെങ്കിൽ അത് ചെയ്യുന്ന പ്രവൃത്തി എന്താ? താപം ഉണ്ടാക്കുക എന്നുള്ള. അതെന്താ? V²/R×T അല്ലെങ്കിൽ VIT അല്ലെങ്കിൽ I²RT ഒക്കെ എന്താണ്? ഈ W പവർ ഉപയോഗിക്കാം. ഓക്കെ, അതായത് അത് H ആണ്, H ഉപയോഗിക്കാം, H/T. All of you clear? Fine. Now listen. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ പവറിന്റെ സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ആയി. ഓക്കെ അല്ലേ? ഇനി പവറിന്റെ യൂണിറ്റ് എന്താ മക്കളെ? പവറിന്റെ യൂണിറ്റ് ആണ് മക്കളെ എന്ത്? വാട്ട്സ്. എന്താണ്? വാട്ട്സ് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്. വാട്ട്സും ജൂൾ പെർ സെക്കൻഡും ഒക്കെ എന്താ? പവറിന്റെ യൂണിറ്റ് ആണ്, മനസ്സിലാക്കി വെക്കണം. ഓക്കെ, സോ നമ്മൾ വൈദ്യുത പവർ എന്ന ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ആക്കി. വൈദ്യുത പവർ നമ്മൾ എന്തായി മക്കളെ? കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ടോപ്പിക് ഇവയുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. ഓക്കെ, ഈ H is equal to I²RT, V²/R×T, VIT, P is equal to VI, P is equal to V²/R, P is equal to I²R, P is equal to H/T. ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ചുള്ള പ്രോബ്ലംസ് ആണ്. ഒക്കെ നമ്മൾ നമ്മുടെ തിയറി സെക്ഷനിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിന് ശേഷം ഈ ടോപ്പിക്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യും. ആ സമയത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അപ്പോൾ ആ സമയത്ത് ചെയ്യാം. ഓക്കെ, നൗ ലിസൺ നെക്സ്റ്റ്. അപ്പോൾ ഇതൊക്കെ ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ ഈസ് വൈദ്യുത താപനോപകരണങ്ങൾ. ഓക്കെ, വൈദ്യുത താപനോപകരണങ്ങൾ മക്കളെ, വൈദ്യുത താപനോപകരണങ്ങളിൽ 2 എണ്ണമാണ്. ഒന്ന് സുരക്ഷാ ഫ്യൂസും ഉണ്ട്, ഒന്ന് ഹീറ്ററും ഉണ്ട്. ഓക്കെ, നമുക്ക് രണ്ടും അങ്ങ് പഠിക്കാം. ഹീറ്റർ എന്ന് പറഞ്ഞ മക്കളെ നോക്ക്, വൈദ്യുത ഹീറ്റർ മക്കളെ ശ്രദ്ധിക്കും. വൈദ്യുത ഹീറ്റർ എന്ന് പറയുമ്പോൾ വൈദ്യുത ഹീറ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് മക്കളെ എന്ത്? ഹീറ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഹീറ്റിംഗ് കോയിൽ. എന്താണ്? ഹീറ്റിംഗ് കോയിൽ ആണ് ഒരു വൈദ്യുത ഹീറ്ററിന്റെ പ്രധാനപ്പെട്ട ഭാഗം. വൈദ്യുത ഹീറ്റർ എന്ന് പറഞ്ഞാൽ താപോർജ്ജം വൈദ്യോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്താ? ഹീറ്റിംഗ് കോയിലാണ്. ഈ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കിയത് എന്തുകൊണ്ടറിയാം മക്കളെ? ഈ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കിയത് നിക്രോം കൊണ്ടാണ്. എന്താണ്? നിക്രോം. ഈ നിക്രോം എന്ന് പറഞ്ഞാൽ ഒരു മൂലകല്ല, അത് ഒരു അലോയ് ആണ്, ലോഹസങ്കരമാണ്. ഈ ലോഹസങ്കരം എന്ന് പറയുമ്പോൾ ഇതിൽ ഏതൊക്കെ ലോഹങ്ങൾ അടങ്ങിയിട്ടുണ്ട് മക്കളെ? ഇതിലടങ്ങിയ ലോഹങ്ങളാണ് ഒന്ന് നിക്കല്, പിന്നെ ക്രോമിയം, പിന്നെ ഇരുമ്പ്, അയൺ. ഓക്കെ, നിക്കലും ക്രോമിയം അയണും. മാംഗനീസ് ഉണ്ട്, അത് ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞില്ല, സോ നിങ്ങൾ പറയണ്ട. സോ നിക്കൽ, ക്രോമിയം, അയൺ. നിക്കൽ ക്രോമിയം. ഓക്കെ, നിക്കൽ ക്രോമിയം അയൺ, അതാണ് നിക്രോം അടങ്ങിയ മൂലകങ്ങൾ. ഓക്കെ, അത് ഹീറ്റിംഗ് കോയിലായി ഉപയോഗിക്കുന്നുണ്ട്. ഈ ഹീറ്റിംഗ് കോയിലാണ് മക്കളെ എന്ത്? ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇനി എന്തുകൊണ്ട് നിക്രോം? വൈ നിക്രോം? നിക്രോമിന് ചില സവിശേഷതകളുണ്ട്. അപ്പൊ ഈ നിക്രോമിന്റെ സവിശേഷതകൾ എന്തൊക്കെ? ആ സവിശേഷതയൊക്കെ ആർക്ക് ഉണ്ടാവേണ്ട സവിശേഷതയാണ്? ഹീറ്റിംഗ് കോയിലിന് ഉണ്ടാവേണ്ട സവിശേഷത വൈദ്യുത ഹീറ്ററിലുള്ള. അപ്പൊ വൈദ്യുത ഹീറ്ററിലുള്ള ഹീറ്റിംഗ് കോയിലിന് എന്തെല്ലാം സവിശേഷതകൾ ഉണ്ടാവണോ ആ സവിശേഷതയൊക്കെ ആർക്കുണ്ട് മക്കളെ? നമ്മുടെ നിക്രോമിനുണ്ട്. അതുകൊണ്ടാണ് നിക്രോമിനെ എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഹീറ്റിംഗ് കോയിലിന് ഉപയോഗിക്കുന്നത്. അപ്പൊ നിക്രോമിന്റെ സവിശേഷത എന്തൊക്കെയാ മക്കളെ? നിക്രോമിന്റെ സവിശേഷത നിക്രോമിന്റെ ഒന്നാമത്തെ സവിശേഷത എന്താണ് മക്കളെ? ഉയർന്ന പ്രതിരോധം അല്ലെങ്കിൽ ഉയർന്ന റെസിസ്റ്റിവിറ്റി. ഓക്കെ, രണ്ടാമത്തെ സവിശേഷത ഉയർന്ന റെസിസ്റ്റിവിറ്റിയാ, അപ്പൊ നല്ലോണം താപം ഉണ്ടാവും.
രണ്ടാമത്തെ എന്താ? ഉയർന്ന ദ്രവണാങ്കം. ഉയർന്ന ദ്രവണാങ്കമായതുകൊണ്ട് നല്ലോണം ചൂടായാലും വേഗം ഉരുകൂല. ഉരുകാൻ പറ്റോ? ഇല്ല. ഈ നിക്രോം എന്തിനുള്ള ആളാ? ചൂടാവേണ്ട ആളാ. ചൂടാകുമ്പോൾ ഉരുകാൻ പറ്റോ? ഇല്ല. സോ ഉയർന്ന ദ്രവണാങ്കം രണ്ടാമത്തെ സവിശേഷത. മൂന്നാമത്തെ സവിശേഷത മക്കളെ, ഇവൻ ചൂടായാല്, ഒരു ലോഹം ചൂടായി കഴിഞ്ഞാൽ വേഗം അന്തരീക്ഷ വായുവുമായിട്ട് ഓക്സീകരിക്കും. എന്നാൽ നമ്മുടെ ആര് നിക്രോം എന്ത് ചെയ്യാറില്ല? ഓക്സീകരിക്കാറില്ല. ഓക്കെ, അപ്പോൾ ഓക്സീകരണം സംഭവിക്കാതെ ഒരുപാട് സമയം ചുട്ടുപഴുത്ത അവസ്ഥയിൽ നിലനിൽക്കാനുള്ള കഴിവാർക്കുണ്ട്? നിക്രോമിനുണ്ട്. അത് മൂന്നാമത്തെ സവിശേഷത. ഇത്രയും സവിശേഷത ഉള്ളത് കൊണ്ട് നമുക്ക് നിക്രോമിനെ എന്തായിട്ട് ഉപയോഗിക്കാം? ഹീറ്റിംഗ് കോയിൽ ആയിട്ട് ഉപയോഗിക്കാം. ഓൾ ഓഫ് യു ക്ലിയർ? ഇതുപോലത്തെ സവിശേഷത ഉള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ നമുക്ക് ഉപയോഗിക്കാം. ഓൾ ഓഫ് യു ക്ലിയർ? അപ്പോൾ ഹീറ്റിംഗ് കോയിലിന് എന്തൊക്കെ സവിശേഷത വേണോ ഞാൻ ഈ മൂന്നെണ്ണം പറഞ്ഞു, ആ മൂന്ന് സവിശേഷതയും വേണം. അത് മൂന്നും ആർക്കുണ്ട്? നിക്രോമിനുണ്ട്. അതുകൊണ്ടാണ് നിക്രോം എന്തായിട്ട് ഉപയോഗിക്കുന്നത് മക്കളെ? നമ്മൾ ഹീറ്റിംഗ് കോയിൽ ഉപയോഗിക്കുന്നത്. യു ഗോട്ട് ഇറ്റ്? ക്ലിയർ? ഓക്കെ. സോ നമ്മൾ താപന ഉപകരണങ്ങളിൽ ഒന്നാമത്തെ ആൾ നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ ആൾ മക്കളെ എന്താണ്? സുരക്ഷാ ഫ്യൂസാ. എന്താണ്? സുരക്ഷാ ഫ്യൂസ്. എന്തിനാ സുരക്ഷാ ഫ്യൂസ്? സുരക്ഷയ്ക്ക് വേണ്ടി. ആരെ? വൈദ്യുതോപകരണങ്ങളുടെ. മക്കളെ ശ്രദ്ധിക്ക്, എൻ്റെ അടുത്ത് ഒരു വൈദ്യുതോപകരണമുണ്ട്, 2 ആംപിയർ. ഇതിൽ 2 ആംപിയർ എഴുതിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഈ ഉപകരണത്തിലേക്ക് പരമാവധി 2 ആംപിയർ കറണ്ടേ കയറാൻ പറ്റുള്ളൂ. അപ്പൊ മാക്സിമം ഇതിലേക്ക് 2 ആംപിയറെ കയറാൻ പറ്റുള്ളൂ. സോ ലിസൺ, ഇതിലേക്ക് ശ്രദ്ധിക്കുക, ഇതിലേക്ക് പവർ സപ്ലൈ. ഇവിടെ ഞാൻ ഫ്യൂസ് വെക്കും, ഒരു സുരക്ഷാ ഫ്യൂസ് ഇവിടെ ഞാൻ പ്ലേസ് ചെയ്യും. സുരക്ഷാ ഫ്യൂസ് വെച്ചു. ഓക്കെ, ഇത് സുരക്ഷാ ഫ്യൂസ് ആണ്. അപ്പൊ ഇതിലേക്ക് 2 ആംപിയർ കറണ്ട് വന്നാൽ കുഴപ്പത് ഈ ഫ്യൂസിനും എന്തുണ്ട്? ആംപിയറേജ് ഉണ്ട്. 2 ആംപിയറിന്റെ ഫ്യൂസാ വെച്ച്. അപ്പൊ ഈ ഫ്യൂസ് 2 ആംപിയർ ആയതുകൊണ്ട് 2 ആംപിയർ വരെയുള്ള കറണ്ടിന് എന്ത് ചെയ്യും? ഉള്ളിൽ കൂടെ കടത്തിവിടും. എങ്ങാനും ഈ ഫ്യൂസിലേക്ക് 2.5 ആംപിയർ കറണ്ട് വന്നാൽ ഈ ഫ്യൂസ് കടത്തിവിടില്ല. എങ്ങനെ വിടില്ല? കടത്തിവിടില്ല എന്ന് പറഞ്ഞാൽ മക്കൾ എന്താ അറിയോ? ഈ 2.5 ആംപിയർ 2 ആംപിയറിന്റെ ഫ്യൂസിൽ കയറുമ്പോൾ ഈ ഫ്യൂസ് വയർ പൊട്ടും. മീൻസ് മെൽട്ടാവും, മുരുകിപ്പോവും. അപ്പൊ സംഭവിക്കുക, ഇവിടുത്തെ കണക്ഷൻ എന്താവും? ഡിസ്കണക്ട് ആവും. ഇവിടെ കണക്ഷൻ എന്താവും? ഡിസ്കണക്ട് ആവും. അങ്ങനെ കണക്ഷൻ വൈദ്യുതബന്ധം വിച്ഛേദിക്കപ്പെടും. അപ്പൊ സംഭവിക്കുക എന്താ? ഈ 2.5 ആംപിയർ നമ്മുടെ വൈദ്യുത ഉപകരണത്തിലേക്ക് എത്തുമോ? ഇല്ല. ഇവിടെ എത്തുമ്പോഴേക്കും എന്താവും? സർക്യൂട്ട് ബ്രേക്ക് ആവും. ദാറ്റ് മീൻസ് ഈ 2.5 ആംപിയർ എവിടേക്ക് എത്തുന്നില്ല? നമ്മുടെ ഉപകരണത്തിലേക്ക് എത്തുന്നില്ല. അപ്പൊ ഈ 2.5 ആംപിയർ ഈ ഉപകരണത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ഉപകരണം സേഫ് ആണ്. ഉപകരണം അടിച്ചു പോവോ? ഇല്ല. അപ്പൊ ഒരു ഉപകരണം ഉണ്ടാവും, ആ ഉപകരണത്തിൽ താങ്ങാവുന്ന പരമാവധി കറണ്ട് ഉണ്ടാവും. ആ കറണ്ടിനേക്കാൾ കൂടുതൽ കറണ്ട് ഒഴുകി കഴിഞ്ഞാൽ എന്തായി പോവും? കത്തിപ്പോവും. ഉപകരണം അടിച്ചു പോവും, കേടായി പോവും. യു ഗോട്ട് ഇറ്റ്? ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഫ്യൂസ് എന്ത് ചെയ്യും മക്കളെ? സേഫ് ഈ ഒരു ഉപകരണത്തെ സേഫ് ആക്കും. അപ്പൊ സേഫ്റ്റി ഫ്യൂസ്, സുരക്ഷാ ഫ്യൂസ് ആണ്. ആരെ സുരക്ഷ? എക്യുപ്മെന്റ്സിന്റെ എന്ത്? സുരക്ഷ. ഓക്കെ. അപ്പൊ അമിത വൈദ്യുത പ്രവാഹത്തിൽ നിന്നും ഒരു വൈദ്യുതോപകരണത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഫ്യൂസ് ഉപയോഗിക്കുന്നത്. ഓൾ ഓഫ് യു ക്ലിയർ? ഓക്കെ. നൗ ലിസൺ, ഇനി നമ്മുടെ ഫ്യൂസ്, നമ്മുടെ ഈ ഫ്യൂസിന്റെ പ്രധാനപ്പെട്ട ഭാഗം ആര് മക്കളെ? ഫ്യൂസ് വയർ ആണ്. ആരാണ്? ഫ്യൂസ് വയർ ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഈ ഫ്യൂസ് വയർ എന്തുകൊണ്ടാണ് മക്കളെ ഉണ്ടാക്കിയത്? ഫ്യൂസ് വയർ ഉണ്ടാക്കിയത് ടിന്നിന്റെയും ലെഡിന്റെയും. ആരൊക്കെയാണ്? ടിന്നും ലെഡും. ടിന്നും ലെഡും ചേർത്ത ലോഹസങ്കരമാണ്. അതുകൊണ്ട് അവൾ എന്തുണ്ടാക്കുക? ഫ്യൂസ് വയർ ഉണ്ടാക്കുക. ഓൾ ഓഫ് യു ക്ലിയർ? എന്തുകൊണ്ട് ടിന്നും ലെഡും ചേർത്ത ലോഹസങ്കരം കൊണ്ട് ഫ്യൂസ് വയർ ഉണ്ടാക്കി? കാരണം ഫ്യൂസ് വയറിന് എന്തെല്ലാം സവിശേഷത ഉണ്ടാവണോ ആ സവിശേഷത ഒക്കെ ആർക്കുണ്ട്? ടിന്നും ലെഡും ചേർത്ത ലോഹസങ്കരത്തിനുണ്ട്. അതുകൊണ്ടാണ് ഈ ടിന്നും ലെഡും ചേർത്ത ലോഹസങ്കരം ഫ്യൂസ് വയറായി ഉപയോഗിക്കുന്നത്. അപ്പൊ ടിന്നും ലെഡും ചേർത്ത ഈ ലോഹസങ്കരത്തിന് എന്തെല്ലാം സവിശേഷത ഉണ്ട് മക്കളെ? ഒന്നാമത്തെ സവിശേഷത എന്താ? ഉയർന്ന പ്രതിരോധം. ഉയർന്ന പ്രതിരോധം. ഉയർന്ന പ്രതിരോധം ആകുമ്പോൾ താപം വേഗം ഉണ്ടാവും. ഓക്കെ. പിന്നെ താഴ്ന്ന ദ്രവണാങ്കം. താഴ്ന്ന ദ്രവണാങ്കം ആയതുകൊണ്ട് വേഗം ഉരുകും. യു ഗോട്ട് ഇറ്റ്? ക്ലിയർ? ഓക്കെ. സോ എന്തൊക്കെയുണ്ട്? ഉയർന്ന പ്രതിരോധവും താഴ്ന്ന ദ്രവണാങ്കവുമാണ് ആർക്ക്? ടിന്നും ലെഡും ചേർത്ത ലോഹസങ്കരത്തിന്. ഓക്കെ. അതുകൊണ്ടാണ് അത് എന്തായിട്ട് ഉപയോഗിക്കുന്നത്? ഫ്യൂസ് വയറായി ഉപയോഗിക്കാം. അപ്പൊ ലിസൺ മക്കളെ, ഫ്യൂസ് വയറിന്റെ സവിശേഷത, ഫ്യൂസ് വയറിന് ഉണ്ടായിരിക്കേണ്ട സവിശേഷത ഒക്കെ ആർക്കുണ്ട്? ഇത് ഇയാൾക്കുണ്ട്. യു ഗോട്ട് ഇറ്റ്? കാര്യം ഓക്കെ അല്ലേ? ഫൈൻ. അപ്പൊ ഫ്യൂസ് വയർ എന്താന്ന് പറഞ്ഞു, എന്തിനാന്ന് പറഞ്ഞു. അതിന്റെ ഫ്യൂസ് വയർ അല്ല, സുരക്ഷാ ഫ്യൂസ് എന്തിനാന്ന് പറഞ്ഞു. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്നുള്ളത് പറഞ്ഞു. പിന്നെ ആ പ്രധാനപ്പെട്ട ഭാഗത്തിന്റെ ടിന്നും ലെഡും ചേർത്ത ലോഹസങ്കരം അല്ലെ, അതിന്റെ എന്ത് പറഞ്ഞു നമ്മൾ? പിന്നെ സവിശേഷം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള മക്കളെ ശ്രദ്ധിക്കുക. ഇനി പഠിക്കാനുള്ള കാര്യം എന്താ പറയുക മക്കളെ? ലിസൺ പ്ലീസ്. ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ് ഇത് പറഞ്ഞു. നമ്മൾ സുരക്ഷാ ഫ്യൂസ് നമ്മൾ പറഞ്ഞു. അതിന്റെ പ്രവർത്തനം കൂടി ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. നമുക്കറിയാം, നമ്മൾ ഫ്യൂസ് സെലക്ട് ചെയ്യുമ്പോൾ, സുരക്ഷാ ഫ്യൂസ് സെലക്ട് ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ 2 ആംപിയറിന്റെ ചൂസ് ചെയ്ത്. കാരണം ഇവിടുത്തെ എക്യുപ്മെന്റ്സിനും പരമാവധി 2 ആംപിയറേ പറ്റുള്ളൂ. ഓക്കെ. സോ ഇവിടെ സുരക്ഷാ ഫ്യൂസിൽ അനുവദനീയമായ കറണ്ട് 2 ആംപിയർ ആണ്. അപ്പൊ ഈ
സുരക്ഷാ ഫ്യൂസിലൂടെ അനുവദനീയമായ കറണ്ടോ അതിൽ കുറവ് കറണ്ടോ ആണ് പ്രവഹിക്കുന്നത് എങ്കിൽ ഈ ഫ്യൂസ് പൊട്ടൂല. എന്നാൽ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് സുരക്ഷാ ഫ്യൂസിന് അനുവദനീയമായ കറണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ മക്കളെ ഈ ഫ്യൂസ് എന്താവും, ഈ വയർ പൊട്ടും. അതിന്റെ കാരണം സുരക്ഷാ ഫ്യൂസിലൂടെ അനുവദനീയമായ കറണ്ടോ അതിൽ കുറവ് കറണ്ടോ ആണ് പ്രവഹിക്കുന്നത് എങ്കിൽ സുരക്ഷാ ഫ്യൂസ് ഒരു സെക്കൻഡിൽ ഉണ്ടാക്കുന്ന താപോർജ്ജം അപ്പോൾ തന്നെ അന്തരീക്ഷ വായുവിലേക്ക് എന്ത് ചെയ്യും, പ്രസരണം ചെയ്ത് നഷ്ടപ്പെടും. ഇതുകൊണ്ടാ താപമൊക്കെ എങ്ങോട്ടേക്ക് പോകും, അന്തരീക്ഷ വായുവിലേക്ക് പോകും അപ്പൊ തന്നെ. എന്നാൽ ഇതിൽ അനുവദനീയമായ കറണ്ടിനേക്കാൾ കൂടുതൽ കറണ്ട് ഒഴുകിയാലോ അവിടെ ഉണ്ടാകുന്ന ഒരു സെക്കൻഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന താപം പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നില്ല, അന്തരീക്ഷ വായുവിലേക്ക് എന്ത് ചെയ്യുന്നില്ല, പ്രേഷണം ചെയ്തു പോകുന്നില്ല. അപ്പൊ കുറച്ച് താപം അവിടെ തങ്ങി നിൽക്കും. ഈ വയറിന്റെ അടുത്ത് എന്ത് ചെയ്യും മക്കളെ, കുറച്ച് താപം തങ്ങി നിൽക്കും. അപ്പൊ സംഭവിക്കുക ഈ വയറിന്റെ ഊഷ്മാവ് വർദ്ധിക്കും, അത് വേഗം അങ്ങ് ഉരുകും. ഓൾ ഓഫ് യു ക്ലിയർ? അപ്പൊ ഈ ഫ്യൂസ് വയർ എന്ന് പറഞ്ഞാൽ അവൻ ഉരുകേണ്ട ആളാ, അവൻ പൊട്ടേണ്ട ആളാ. അപ്പൊ ഉരുകേണ്ട ആളാകുമ്പോൾ വേഗം ഉരുകണം. വേഗം ഉരുകണമെങ്കിൽ താഴ്ന്ന ദ്രവണാങ്കാവണം. വേഗം ഉരുകണമെങ്കിൽ വേഗം ചൂടാവണമെങ്കിൽ ഉയർന്ന പ്രതിരോധവും ആവണം. അതുകൊണ്ട് ഉയർന്ന പ്രതിരോധവും താഴ്ന്ന ദ്രവണാങ്കവും. ക്ലിയർ അല്ല മക്കളെ, മറന്നു പോകരുത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ? നെക്സ്റ്റ് വൺ, അടുത്ത് പ്രതിരോധങ്ങളുടെ ക്രമീകരണമാണ്. പ്രതിരോധങ്ങൾ നമുക്ക് രണ്ട് രീതിയിൽ ക്രമീകരിക്കാം മക്കളെ, രണ്ട് രീതിയിൽ ക്രമീകരിക്കാം. അപ്പൊ ഇത് പറഞ്ഞു, സുരക്ഷാ ഫ്യൂസ് പറഞ്ഞു, ഇനി പ്രതിരോധങ്ങളുടെ ക്രമീകരണം. രണ്ട് രീതിയിൽ നമുക്ക് പ്രതിരോധം ചെയ്യാം മക്കളെ, ക്രമീകരിക്കാം. ഒന്നാണ് ശ്രേണി രീതി, രണ്ടെന്താ സമാന്തര രീതി. നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം മക്കളെ. ശ്രദ്ധിക്കണം, ശ്രേണിയും സമാന്തരവും. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രേണിയും സമാന്തരവും. ലിസൺ പ്ലീസ്. ആദ്യം നമ്മൾ ശ്രേണി രീതി നോക്കാൻ പോവാണ് മക്കളെ. എന്താണ് ശ്രേണി രീതി? ഓക്കെ, ശ്രേണി രീതി മക്കളെ ശ്രദ്ധിക്കണേ. ശ്രേണി രീതി. പ്രതിരോധങ്ങൾ നമ്മൾ ഈ രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ അവ എന്താണ്, ശ്രേണി രീതി അല്ലെ. ഇത് ആണ് മക്കളെ എന്ത്, ശ്രേണി രീതി. നന്നായി ശ്രദ്ധിക്കണേ പറഞ്ഞത്. ഇതിന്റെ പ്രതിരോധം R1, ഇവന്റെ R2, ഇയാളുടെ എത്ര R3, ഇവിടെ വോൾട്ടേജ് V. ഓക്കെ, നൗ ലിസൺ. ഈ ഒരു സെല്ലിന്റെ ഈ പോസിറ്റീവിനും ഈ നെഗറ്റീവിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് V എന്ന് പറഞ്ഞാൽ. സോ ഈ സെല്ലിന്റെ ഈ പ്ലസുമലും മൈനസുമലും ആരൊക്കെ പോയി പിടിച്ചാലും അയാൾക്കൊക്കെ V വോൾട്ട് എന്ത് കിട്ടും, പൊട്ടൻഷ്യൽ വ്യത്യാസം കിട്ടും. ഞാൻ പോയി ഇവിടെ തൊട്ടാൽ എനിക്ക് എന്ത് കിട്ടും, V വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം എനിക്ക് കിട്ടും. യു ഗോട്ട് ഇറ്റ്? നൗ ലിസൺ. ഈ സെല്ലിന്റെ പ്ലസുമല് ആരാ തൊട്ട്, R1 ലെഫ്റ്റ് ലിംബ്. ഇയാളുടെ മൈനസുമ ആരാ തൊട്ട്, R3 റൈറ്റ് ലിംബ്. അപ്പൊ എന്താ, R1 ലെഫ്റ്റ് ലിംബിനും R3 റൈറ്റ് ലിംബിനും ഇടയിൽ എത്ര പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ട്, V വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ട്. ദാറ്റ് മീൻസ് ഇയാൾക്കും ഇവർക്കിടയിൽ V വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസമുണ്ട്. ശരിയല്ലേ? യെസ് ഓർ നോ? അപ്പൊ എന്താ മക്കളെ, ഇവിടെ ഈ V വോൾട്ട് മൂന്നാക്കും കൂടിയല്ലേ കിട്ടിയേ? അതെ. അപ്പൊ ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം, ഈ സെല്ല് കൊടുത്ത വോൾട്ടേജ് ഇവർക്ക് മൂന്നാക്കും കൂടി ഷെയർ ചെയ്യപ്പെടും. അപ്പൊ R1 V1 വോൾട്ട് കിട്ടും, പൊട്ടൻഷ്യൽ വ്യത്യാസം. R2 V2 വോൾട്ട് കിട്ടും, പൊട്ടൻഷ്യൽ വ്യത്യാസം. R3 V3 കിട്ടും, പൊട്ടൻഷ്യൽ വ്യത്യാസം. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? റെഡി? ഓക്കെ, നൗ ലിസൺ. ഈ സെല്ലിന്റെ പ്ലസ് നിന്ന് ഒരു കറണ്ട് പുറത്തേക്ക് ചാടും. മക്കളെ പഠിക്കടാ. ഒരു സെല്ലിൽ നിന്ന് എത്ര കറണ്ട് പുറത്തേക്ക് ചാടുന്നുണ്ടോ പ്ലസ് നിന്ന്, അതേ കറണ്ട് അതിന്റെ മൈനസിലേക്ക് എത്തിയിരിക്കും. അപ്പൊ ഇവിടുന്ന് I കറണ്ട് പുറത്തേക്ക് ചാടിയാൽ ഇവിടേക്ക് എത്ര കറണ്ട് എത്തിയിരിക്കണം, I എത്തിയിരിക്കണം, എത്തും. അപ്പൊ I ഇങ്ങനെ പോയി, ഇങ്ങനെ I പോയി, ഇങ്ങനെ I പോകൂലേ? അപ്പൊ R1 I കറണ്ട് പോകുന്നുണ്ട്, R2 I കറണ്ട് പോകുന്നുണ്ട്, R3 I കറണ്ട് പോകുന്നുണ്ട്. യു ഗോട്ട് ഇറ്റ്? അപ്പൊ ശ്രേണി രീതിയിൽ ഓരോ പ്രതിരോധത്തിലുമുള്ള കറണ്ട് എന്താ മക്കളെ, തുല്യം. എന്നാൽ പ്രതിരോധം എന്താ മക്കളെ, വ്യത്യസ്തം. മക്കളെ പഠിക്കേ. ശ്രേണി രീതിയിൽ ഓരോ പ്രതിരോധത്തിലൂടെയുമുള്ള കറണ്ട് തുല്യം, എന്നാൽ വോൾട്ടേജോ വ്യത്യസ്തം. യു ഗോട്ട് ഇറ്റ്? ഓക്കെ മക്കളെ, ഇനി മക്കൾ പറ, ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞൂടെ എന്ത് പറയാം, V is equal to V1 plus V2 plus V3 എന്ന് പറഞ്ഞൂടെ? V is equal to V1 plus V2 plus V3 എന്ന് പറഞ്ഞൂടെ? പറയാം. സോ എന്താ V എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിൽ നമ്മൾ കൊടുത്ത മൊത്തം വോൾട്ടേജ് അല്ലേ V ആണ്. ഓം നിയമപ്രകാരം V is equal to I into R അല്ലേ? ആണ്. സോ ലിസൺ, ഞാൻ ഈ V നെ I into R എന്ന് എഴുതാൻ പോവാണ്. ദിസ് V I into R എന്ന് എഴുതി. ഓക്കെ, ഇതെന്താ, ഈ സർക്യൂട്ടിന്റെ മൊത്തം വോൾട്ടേജാ, സർക്യൂട്ടിന്റെ ടോട്ടൽ വോൾട്ടേജാ V എന്ന് പറഞ്ഞാൽ. അപ്പൊ I എന്താ, ഈ സർക്യൂട്ടിൽ കൂടെ ഒഴുകുന്ന ടോട്ടൽ കറണ്ട് ആണ് I. ഓക്കെ, അപ്പൊ R എന്താ, R എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിന്റെ മൊത്തം റെസിസ്റ്റൻസ്,
അതിനെ വിളിക്കുന്ന പേരെന്താ? സഫല പ്രതിരോധം. ഒരു സർക്യൂട്ടിന്റെ മൊത്തം റെസിസ്റ്റൻസിനെ അവിടെ കുറെ റെസിസ്റ്റർ അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അവരൊക്കെ കൂടി ഈ സർക്യൂട്ടിന് കൊടുക്കുന്ന പ്രതിരോധമാണെന്ത്? ആർ എഫക്റ്റീവ്, സഫല പ്രതിരോധം. ഞാൻ അതിനെ REFF എന്ന് വിളിക്കാം, സഫല പ്രതിരോധ സംഭവം കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ മക്കളെ? V1 എന്ന് പറഞ്ഞാൽ ഇവന്റെ വോൾട്ടേജ് എങ്ങനെ കാണുക? അവനിലൂടെ ഒഴുകണ കറണ്ട് ഇൻറ്റു അവന്റെ പ്രതിരോധം. അപ്പൊ എത്ര? I into R1. ശരിയല്ലേ? സോ പറയാം I into R1 എന്ന് കൊടുത്തു. പ്ലസ് വാട്ട് ഈസ് V2 ഇവന്റെ വോൾട്ടേജ് എങ്ങനെ കാണുക? അവനിലൂടെ ഒഴുകണ കറണ്ട് ഇൻറ്റു അവന്റെ പ്രതിരോധം അല്ലേ? അത് എത്ര മക്കളെ? I into R2. ശരിയല്ലേ? പ്ലസ് വാട്ട് ഈസ് V3 എന്ന് പറഞ്ഞാൽ ഇവന് കിട്ടുന്ന വോൾട്ടേജ് എങ്ങനെ കാണുക? അവനിലൂടെ ഒഴുകണ കറണ്ട് ഇൻറ്റു അവന്റെ പ്രതിരോധം അല്ലേ? ദാറ്റ് ഈസ് I into R3. All of you clear? Now മക്കളെ ശ്രദ്ധിക്കടാ, I into R effective is equal to I പുറത്തേക്ക് എടുക്ക്, I into R1 plus R2 plus R3. ശരിയല്ലേ? അല്ലേ മക്കളെ? പോയി ബാക്കി എന്താ? R effective സഫല പ്രതിരോധം is equal to R1 plus R2 plus R3. ഇതാണ് മക്കളെ സഫല പ്രതിരോധത്തിന്റെ ഇക്വേഷൻ. എന്തില്? ശ്രേണി രീതിയിൽ. മക്കളെ പഠിക്കേ. അപ്പൊ ശ്രേണി രീതിയിൽ പ്രതിരോധങ്ങൾ ഉണ്ടെങ്കിൽ അവരെ സഫല പ്രതിരോധം കാണാൻ അവരെ നേരെ ആഡ് ചെയ്താൽ മതി. 1 ohm 2 ohm 3 ohm ശ്രേണി വെച്ചു. എത്ര സഫല പ്രതിരോധം? 1 + 2 + 3 that is 6. 6 ohm ആണ് ഇവര് ആൻസർ. എല്ലാ പോയിന്റ്സും ഓക്കെ അല്ലേ? അപ്പൊ മക്കളെ ശ്രേണി രീതി നമ്മളുടെ മെച്ചങ്ങൾ എന്തൊക്കെയാണ്? ശ്രേണി രീതിയിൽ ഈ നമ്മൾ പ്രതിരോധങ്ങളെ നമ്മൾ ശ്രേണി രീതി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ കറണ്ട് തുല്യമായിരിക്കും, വോൾട്ടേജോ വ്യത്യസ്തമായിരിക്കും. എന്നാൽ സഫല പ്രതിരോധമോ ഭയങ്കരമായിരിക്കും. സഫല പ്രതിരോധം വളരെ കൂടുതലായിരിക്കും ശ്രേണി രീതിയിൽ. മറ്റേത് രീതിയിൽ ബന്ധിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രതിരോധം കിട്ടുക ഏതിലാ മക്കളെ? ശ്രേണി രീതി ബന്ധിപ്പിക്കുമ്പോഴാണ്. All of you clear? Ready? എൻ്റെ അടുത്ത് ഒരു 10 പ്രതിരോധങ്ങളുണ്ട്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് പരമാവധി എന്തുണ്ടാക്കണം? പ്രതിരോധം ഉണ്ടാക്കണമെങ്കിൽ അവരൊക്കെ നിങ്ങൾ ശ്രേണിയിൽ ബന്ധിപ്പിച്ചാൽ മതി. പരമാവധി എന്തുണ്ടാവും? പ്രതിരോധം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് മക്കൾക്ക് ഓക്കെ ആണോ? യെസ് ഓർ നോ? അപ്പൊ സഫല പ്രതിരോധം കണ്ടെത്തി. ആരുടെ മക്കളെ? കണ്ടെത്തി? നമ്മള് ശ്രേണി രീതിൻ്റെത് കണ്ടെത്തി കഴിഞ്ഞു. ഇനി നമുക്ക് മക്കളെ ഏതാണ്? സമാന്തര രീതിയാണ്. ഏതാണ്? സമാന്തര രീതി. വേറൊരു കാര്യം കൂടി, പ്രതിരോധങ്ങൾ ശ്രേണി രീതിയിലാണോ നോക്കാൻ അവിടെ കറണ്ട് തുല്യമുണ്ടോ നോക്കിയാൽ മതി. മക്കളെ ശ്രദ്ധിക്കണം. എന്താണ്? പ്രതിരോധങ്ങൾ ശ്രേണി രീതിയാണോ നോക്കാൻ അവിടെ കറണ്ട് ഓരോ പ്രതിരോധത്തിനും തുല്യമാണോ നോക്കുക. ഫോർ എക്സാമ്പിൾ നോക്കിയേ, ഒരു പ്രതിരോധം, പിന്നെ ഇങ്ങനെ ഒന്ന് ഞാൻ ചോദിക്കട്ടെ മക്കളെ, ഇതും ഈ പ്രതിരോധവും ശ്രേണിയ. എന്തുകൊണ്ട്? ഒരു കറണ്ട് I പോയി, I വന്ന് ജംഗ്ഷൻ സ്പ്ലിറ്റായി, I1 I2 രണ്ടും ഇങ്ങനെ ഒഴുകി ഇവിടുന്ന് ഒരുമിക്കും, വീണ്ടും I ആവൂലേ? ഇവിടുത്തെ കറണ്ടും തുല്യല്ലേ? അവർ രണ്ടുപേരും എന്താ? ശ്രേണിയ. Now listen, ഇവിടെ I1 ഇവിടെ I1 അല്ലേ വരിക? I1 അല്ലേ? സോ ഇവർ രണ്ടുപേരും എന്താ? ശ്രേണിയ. പക്ഷെ ഇയാളും എന്തല്ല? ശ്രേണിയല്ല. എന്താ കാരണം? ഇയാളിൽ ഒഴുകണ ഇവിടെ I1 ഇവിടെ കറണ്ട് തുല്യമല്ല, അതുകൊണ്ട് ശ്രേണിയല്ല. ഓൾ ഓഫ് യു ക്ലിയർ? അപ്പൊ ശ്രേണിയാണോ നോക്കാനുള്ള സിമ്പിൾ ട്രിക്കാണ്. കറണ്ട് കൊടുത്തു നോക്കുക, സെയിം ആവുണ്ടോ നോക്കുക. സെയിം ആവുണ്ടെങ്കിൽ അവർ ശ്രേണിയാണ്. സെയിം ആവുക എന്ന് പറയുമ്പോൾ ചില കേസിലൊക്കെ സെയിം ആവാം. ഫോർ എക്സാമ്പിൾ ഓക്കെ, അപ്പൊ ഒരേ അളവ് പ്രതിരോധം ഇങ്ങനെ വെച്ചു. ഒരു കറണ്ട് 2 ആംപിയർ വന്നാൽ സ്വാഭാവികമായിട്ടും ഇവിടെ 1 ആംപിയർ പോവും. ശ്രദ്ധിക്കാം, ഇവിടെ 1 ആംപിയറും ഇവിടെ 1 ആംപിയർ ഒഴുകുക. ഇതും 6 ആണെങ്കിൽ. പക്ഷെ എല്ലായ്പ്പോഴും ഒരേ രീതിയിൽ ഒരേ അളവിൽ കറണ്ട് സ്പ്ലിറ്റ് ആവില്ല. പറഞ്ഞത് മനസ്സിലായോ? ഏത് കേസിലും കറണ്ട് സ്പ്ലിറ്റ് മീൻസ് സെയിം ആവുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അവർ ശ്രേണിയാവുള്ളൂ. ഇപ്പൊ ഈ കേസിൽ ഇവിടെയും 1 ആംപിയർ ഇവിടെയും 1 ആംപിയർ, ഇത് ശ്രേണിയാണോ? അല്ല. ഇവിടെ 6 എന്നുള്ള 2R ആക്കിയാൽ ഇവിടുത്തെ കറണ്ട് മാറും. ഇവിടെ ഒരു കറണ്ട് വ്യത്യാസം ഉണ്ടാവും. പറഞ്ഞത് മനസ്സിലായി? എന്നാൽ ഇവിടുത്തെ 2 പ്രതിരോധമില്ലേ, അത് എത്ര വാല്യൂ ആയാലും കുഴപ്പമില്ല, കറണ്ട് സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് അപ്പം ഏത് കേസിലും കറണ്ട് തുല്യമാവുണ്ട് എങ്കിലേ അവരെന്താവുള്ളൂ? ശ്രേണിയാവുള്ളൂ. ഓൾ ഓഫ് യു ക്ലിയർ? ഫൈൻ. നൗ ലിസൺ, നമ്മൾ എന്തിലേക്ക് കടക്കാൻ പോവാണ്? സമാന്തര രീതിയിലേക്ക് കടക്കാൻ പോവാണ്. ഓൾ ഓഫ് യു പ്ലീസ് ലിസൺ. അടുത്ത എന്താണ്? സമാന്തര രീതി. എന്താണ്? സമാന്തര രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? പ്രതിരോധങ്ങൾ സംയോജിപ്പിക്കാൻ പോവാണ്. ഏത് രീതിയാണ് മക്കളെ? സമാന്തര രീതി. സമാന്തര രീതി ബന്ധിപ്പിക്കുമ്പോൾ എങ്ങനെ? നോക്കാം. ഞാൻ 3 പ്രതിരോധങ്ങളെ സമാന്തര രീതിയിൽ മക്കളെ എന്ത് ചെയ്യാണ്? ബന്ധിപ്പിക്കുകയാണ്. R1 ഉണ്ട്, R2 ഉണ്ട്, R3, R1 ഉണ്ട്, R2 ഉണ്ട്, R3 ഉണ്ട്. ഇവരെ ഞാൻ ഒരു സെല്ലുമായി എന്ത് ചെയ്യുന്നു? ബന്ധിപ്പിച്ചു. ആ സെല്ലിന്റെ വോൾട്ടേജ് V ആണ്. നൗ ലിസൺ,
ഈ R1ന്റെ ലെഫ്റ്റ് ലിംബ് സെല്ലിന്റെ പ്ലസുമിലേക്ക് കണക്ഷൻ വരുന്നുണ്ട്. റൈറ്റ് ലിംബ് സെല്ലിന്റെ പ്ലസുമിലേക്ക് മൈനസുമിലേക്ക് കണക്ഷൻ വരുന്നുണ്ട്. R2 ലെഫ്റ്റ് ലിംബ് പ്ലസുമിലേക്ക്, റൈറ്റ് ലിംബ് മൈനസുമിലേക്ക്, R3 ലെഫ്റ്റ് ലിംബ് പ്ലസുമിലേക്ക്, റൈറ്റ് ലിംബ് മൈനസുമിലേക്ക്. അങ്ങനെ പറഞ്ഞാൽ എന്താ, R1ഉം R2 R3യും സെല്ലിന്റെ പ്ലസുമിലും മൈനസുമിലും കണക്ഷൻ ഉണ്ട്. അങ്ങനെ പറഞ്ഞാൽ R1നും V വോൾട്ട് കിട്ടും, R2നും V വോൾട്ട് കിട്ടും, R3ക്കും V വോൾട്ട് കിട്ടും. ശരിയല്ലേ? 3 പേർക്കും സെയിം വോൾട്ടേജ്. അപ്പോൾ പ്രതിരോധങ്ങൾ സമാന്തര രീതിയിൽ ആവലപ്പോഴാണ് അവർക്ക് കിട്ടുന്ന വോൾട്ടേജ് തുല്യമാകുമ്പോഴാണ്. ശ്രേണി ആവലപ്പോഴാണ് കറണ്ട് തുല്യമാകുമ്പോഴാണ്. ഇവിടെ വോൾട്ടേജ് എന്താ, മൂന്നാക്കും എന്താ, തുല്യമാണ്. ഓക്കെ, നൗ ലിസൺ. ഇവിടെ കറണ്ട് ഒഴുകുന്നു. കറണ്ട് ഇവിടെ എത്തുന്നു, സ്പ്ലിറ്റ് ആവുന്നു. I1 I2 ആൻഡ് ഇവിടെ എന്താ I3. I1 ഇങ്ങനെ പോവും, I2 ഇങ്ങനെ പോവും, I3 ഇങ്ങനെ വരും. മൂന്നും ഇവിടെ ജോയിൻ ചെയ്യും, അത് I ആവും. I ഇങ്ങനെ വരും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ 3 പ്രതിരോധം നോക്കും മക്കളെ, 3ലും കറണ്ട് വ്യത്യസ്ത. അപ്പോൾ സമാന്തരമാണെങ്കിൽ വോൾട്ടേജ് തുല്യം, കറണ്ട് എന്താ മക്കളെ, വ്യത്യസ്തം. ഇനി ഇവിടെ ഞാൻ എന്ത് കാണാൻ പോവാണ്, ഇതിന്റെ സഫല പ്രതിരോധം കാണാൻ പോവാ. എന്ത് കാണാൻ പോവാണ്? സഫല പ്രതിരോധം കാണാൻ പോവാ മക്കളെ. എങ്ങനെ കാണും ശ്രദ്ധിക്കടാ. ഇവിടെ നോക്കിക്കേ, എനിക്ക് എഴുതിക്കൂടെ, I is equal to I1 plus I2 plus I3 എന്ന് എഴുതിക്കൂടെ? എന്താ മക്കളെ I? According to Ohm's law, I is equal to V by R. I എന്താ? V by R. ഓം നിയമപ്രകാരം I is equal to V by R. ഈ I എന്താ? സർക്യൂട്ടിലെ മൊത്തം കറണ്ട്. അപ്പൊ എനിക്ക് അതിനെ എങ്ങനെ V by R എങ്ങനെ എഴുതാം? V by R എന്ന് എഴുതുമ്പോൾ സർക്യൂട്ടിലെ മൊത്തം കറണ്ട് is equal to സർക്യൂട്ടിന്റെ മൊത്തം വോൾട്ടേജ് ബൈ സർക്യൂട്ടിന്റെ മൊത്തം റെസിസ്റ്റൻസ്, മൊത്തം പ്രതിരോധം. അപ്പൊ ഈ സർക്യൂട്ടിന്റെ മൊത്തം പ്രതിരോധം എന്ന് പറയുമ്പോൾ എന്താ? സഫല പ്രതിരോധമാണ്. സോ ഇതിനെനിക്ക് എന്ത് കൊടുക്കാം? R effective എന്ന് കൊടുക്കാം. ഈ സർക്യൂട്ടിന്റെ മൊത്തം വോൾട്ടേജ് എത്രയാണ്? ഇവിടെ കൊടുത്ത വോൾട്ടേജ് V. So V by R effective എന്ന് എഴുതി. ഇതെന്താ? സഫല പ്രതിരോധം. is equal to what is I1? I1 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കറണ്ടാ. അവിടുത്തെ കറണ്ട് എങ്ങനെ കാണാം? അവിടുത്തെ വോൾട്ടേജ് ബൈ അവിടുത്തെ പ്രതിരോധം. അവിടുത്തെ വോൾട്ടേജ് V അല്ലേ? ആണ്. അവിടുത്തെ പ്രതിരോധം R1 അല്ലേ? അപ്പൊ എന്താ? V by R1 പ്ലസ് what is I2? ഇവിടുത്തെ കറണ്ട് അവിടുത്തെ കറണ്ടാണ് I2 എന്ന് പറഞ്ഞാലേ. അങ്ങനെ കാണാം, അവിടുത്തെ വോൾട്ടേജ് ബൈ അവിടുത്തെ പ്രതിരോധം. അപ്പൊ എന്താ? V by R2 പ്ലസ് what is I3? ഇവിടുത്തെ കറണ്ട് എന്താ? അവിടുത്തെ വോൾട്ടേജ് ബൈ അവിടുത്തെ പ്രതിരോധം. V by R3. So V by R effective is equal to V പുറത്തേക്ക്. So V into 1 by R1 plus 1 by R2 plus 1 by R3. മക്കളെ V പോയി. ബാക്കി എന്താ മക്കളെ? പറ. 1 by R effective is equal to 1 by R1 plus 1 by R2 plus 1 by R3. ഇതാണ് മക്കളെ സഫല പ്രതിരോധം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. 3 ആയതുകൊണ്ട് ഇങ്ങനെ 4 ഉണ്ടെങ്കിലോ പ്ലസ് 1 by R4. പക്ഷേ ഈ ഇക്വേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാ. ഇത് വെച്ച് പ്രോബ്ലം ചെയ്യാൻ കുറച്ച് പ്രയാസ. സോ സിമ്പിൾ ട്രിക്കിലേക്ക് കടക്കാൻ പോവാ മക്കളെ. ശ്രദ്ധിക്ക് പ്ലീസ് ലിസൺ. രണ്ട് പ്രതിരോധങ്ങൾ സമാന്തരമായി വന്നാൽ മക്കളെ ഇവിടെ നോക്കിയേ, ദിസ് ഈസ് R1 ആൻഡ് ഇറ്റ് ഈസ് R2. ഇതിന്റെ സഫല പ്രതിരോധം കാണാൻ പോവാണ്. 1 by R effective is equal to, ഇതാണ് സഫല പ്രതിരോധം is equal to 1 by R1 plus 1 by R2. രണ്ടെണ്ണേ ഉള്ളൂ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്. R2 into 1 R2 plus R1 into 1 R1 by R1 into R2 അല്ലേ മക്കളെ? R2 plus R1 by R1 R2, that is equal to the 1 by R effective is equal to എന്താ മക്കളെ? R1 plus R2 എന്ന് എഴുതി കൂടെ അല്ലേ? തിരിച്ചുകൂടാ, പ്ലസ് അല്ലേ മക്കളെ? R1 into R2 അല്ലേ താഴെ? യെസ് ഓർ നോ? എടാ മക്കളെ ഇത് തിരിക്കി, അപ്പൊ ഇതും തിരിക്കണം. പറഞ്ഞോളൂ. അപ്പൊ എന്താ വരിക? R effective by 1 is equal to R1 R2 by R1 plus R2. ശരിയല്ലേ മക്കളെ? ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. സോ ലിസൺ, രണ്ട് പ്രതിരോധങ്ങൾ സമാന്തരമായി വരുമ്പോൾ അതിന്റെ സഫല പ്രതിരോധം കണ്ടുപിടിക്കാൻ രണ്ടാളെയും ഗുണിക്കുക ബൈ രണ്ടാളെയും കൂട്ടുക. എന്താ? ഗുണിക്കുക ബൈ കൂട്ടുക. എന്താണ്? ഗുണിക്കുക ബൈ കൂട്ടുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, ഇതാ രണ്ട് പ്രതിരോധങ്ങൾ, രണ്ടെണ്ണം. ഇത് 2 ഓം. ഇതെത്ര? അല്ലെങ്കിൽ 2 ആക്കണ്ട, 3 ആക്കി ഒന്ന് ആൻസർ കിട്ടും. ഇത് 3 ഓം, ഇത് 6 ഓം. മക്കളെ എത്രയാ സഫല പ്രതിരോധം? ഞാൻ സഫല പ്രതിരോധം കാണാൻ പോവാ. രണ്ടും സമാന്തരല്ലേ? സോ എന്ത് ചെയ്യണം? 3 into 6 by 3 plus 6 18 by 9. ആൻസർ ഈസ് 2 ഓം ഉണ്ടാവും ആൻസർ. ശരിയല്ലേ മക്കളെ? 3 എണ്ണം വന്നാലോ, സമാന്തരമായി 3 എണ്ണം വന്നാലോ വരട്ടെ? എത്രയും വരട്ടതാ. 3 എണ്ണം വന്നാൽ ദാ 1, ഇത് 2, ഇത് 3. മക്കളെ ശ്രദ്ധിക്കടാ, ഇത് 3 ഓം, ഇത് 6 ഓം,
ഓം, ഇത് ഒരു 5 ഓം ആയിക്കോട്ടെ. ഓക്കെ മക്കളെ പറ ഇത് എങ്ങനെ ചെയ്യും? ആദ്യം ഇത് രണ്ടും ചെയ്യുക. അത് രണ്ടും ചെയ്യുമ്പോൾ എന്താ മക്കളെ നോക്ക്, അത് രണ്ടും ചെയ്യുമ്പോൾ 3 × 6/3 + 6 ആൻസർ ഈസ് 2 വരും. നേരത്തെ ചെയ്തു നമ്മള്. അപ്പൊ ഇനി ഈ സർക്യൂട്ട് മാറ്റി വരിക. എങ്ങനെ മക്കളെ? അതാ ഇങ്ങനെ വരിക. ഇവിടെ ഒരു 2 ഓമും വെക്കുക, താഴെ ഒരു 5 ഓമും വെക്കുക. 2ഉം 5ഉമായി. ശരിയല്ലേ? ഈ 2 കൂടി പകരം 2 കൊടുത്താൽ മതി. 3നും 6നും പകരം, കാരണം 2 കിട്ടുക നമുക്ക്. സോ ഇനി ഇവരെ ചെയ്യുമ്പോൾ ആർ എഫക്റ്റീവ് സഫല പ്രതിരോധം ഇസ് ഈക്വൽ ടു മക്കളെ 2 × 5/2 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10/7. ഇതാണ് ആൻസർ. 3 ഓം. ഓൾ ഓഫ് യു ക്ലിയർ? ഇതാണ് ആൻസർ വരിക. അപ്പൊ എത്ര വന്നാലോ നമ്മൾ ചെയ്യാം? 5 എണ്ണം വന്നാലോ ആദ്യം 2 ചെയ്യാം, പിന്നെ 2 ചെയ്യാം, പിന്നെ 2 ചെയ്യാം, പിന്നെ 2 ചെയ്യാം. ദാറ്റ്സ് ആൾ. ഓക്കെ, സോ ഇതിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇനി വേറൊരു സംഭവം കൂടി മക്കളെ, വേറൊരു കേസും കൂടി നോക്ക്. ഒരേപോലത്തെ പ്രതിരോധം ഇങ്ങനെ വന്നാലോ സമാന്തരമായി വന്നതാവുന്നതാ ഇങ്ങനെ ലൈക്ക് ദിസ് ഇങ്ങനെ ഒരേപോലത്തെ പ്രതിരോധം ഇങ്ങനെ സമാന്തരമായി വന്നത് ഇതിന്റെ സഫല പ്രതിരോധം ആർ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 1 എടുക്കുക ബൈ എണ്ണം. 1 എടുക്കുക ബൈ എണ്ണം. 4 ഉണ്ട്, സോ R/4. ആൻസർ ഈസ് R/4. മക്കളെ ഒന്നും കൂടി വന്നാലോ സമാന്തരമായിട്ട് ഇങ്ങനെ വന്നാലോ, അപ്പൊ ആൻസർ ആർ എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 1 എടുക്കുക ബൈ എണ്ണം. ഇതാണ് ആൻസർ വരട്ടോ. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? ഓക്കെ, സോ മക്കളെ അത് കഴിഞ്ഞു. അതും കഴിഞ്ഞു. അടുത്ത ടോപ്പിക്കിലേക്ക് നീങ്ങാം നമുക്ക്. സോ സമാന്തര രീതി നമ്മൾ പറഞ്ഞു. അപ്പോൾ സമാന്തര രീതിയിൽ മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടോ. സമാന്തര രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. സമാന്തര രീതിയിൽ പ്രതിരോധങ്ങൾ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വോൾട്ടേജ് എല്ലാവർക്കും തുല്യമായിരിക്കും. പക്ഷെ കറണ്ട് എന്തായിരിക്കും മക്കളെ? വ്യത്യസ്തമായിരിക്കും. വോൾട്ടേജ് തുല്യം, കറണ്ട് വ്യത്യസ്തം. ക്ലിയർ അല്ലേ? കൂടാതെ അതിന്റെ സഫല പ്രതിരോധം മക്കൾ നോക്കുക. സഫല പ്രതിരോധം നേരത്തെ നമ്മളെ ഒരു 3 ഓമിനെയും ഒരു 6 ഓമിനെയും സമാന്തരാക്കി വെച്ചപ്പോൾ അതിന്റെ സഫല പ്രതിരോധം കിട്ടി 2 ഓം അല്ലടാ ആണ്. അപ്പൊ ലിസൺ മക്കളെ, നമ്മൾ പ്രതിരോധങ്ങളെ സമാന്തരമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് പ്രതിരോധം നമുക്ക് കിട്ടുക എന്ത്? സഫല പ്രതിരോധം. കണ്ടോ 3ഉം 6ഉം വെച്ചപ്പോൾ എനിക്ക് കിട്ടിയ 2. ഇവിടുത്തെ ഏറ്റവും ചെറിയ വാല്യൂ ആയ 3നേക്കാൾ കുറവാ 2. എന്നാൽ അവരെ സീരീസ് ആക്കി ശ്രേണി രീതി ബന്ധിപ്പിച്ചിരുന്നെങ്കിലോ 9 കിട്ടുമായിരുന്നു. അപ്പൊ ശ്രേണി ബന്ധിപ്പിക്കുമ്പോൾ വലിയ സഫല പ്രതിരോധം കിട്ടും, സമാന്തരമായി ബന്ധിപ്പിക്കുമ്പോൾ ചെറിയ കുറച്ചാ കിട്ടുക. ഓക്കെ ഫൈൻ. നൗ ലിസൺ. അപ്പൊ നമ്മൾ ആ സെക്ഷൻ ഏകദേശം കംപ്ലീറ്റ് ആയി. ശ്രേണി രീതിയും പറഞ്ഞു, സമാന്തര രീതി നമ്മൾ പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു. ഇനി ഇതുപോലെ മക്കളെ വേറൊരു കാര്യം കൂടി, ബൾബുകളുടെ കേസ്. ബൾബുകളെ ഞാൻ ശ്രേണിയിൽ ബന്ധിപ്പിക്കുമ്പോൾ മക്കളെ ഇതൊരു വലിയ ടോപ്പിക്കാണ്, പക്ഷെ ഞാൻ ചുരുക്കി പറയാം. ഓക്കെ, നിങ്ങൾക്ക് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു കേസാക്കി ഞാൻ പറയാം. സോ ലിസൺ, ബൾബുകൾ ഞാൻ ശ്രേണി രീതി ബന്ധിപ്പിച്ചു. എന്നിട്ടോ ഞാൻ ഇവിടെ ഒരു ബൾബ് ഇയാളുടെ 5 വാട്ട്സ് ആണ്, ഇയാൾ 3 വാട്ട്സും ഉണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് മക്കളെ ഇതിൽ ആരാ നന്നായി കത്താന്ന്? നന്നായി കത്തല് 5 വാട്ട്സിന്റെ അല്ല, 3 വാട്ട്സിന്റെ നന്നായി കത്തുക. ഓക്കെ, കുറവ് ബ്രൈറ്റ്നസ്സിൽ ആര് വർക്ക് ചെയ്യുക? 5 വാട്ട്സ് വർക്ക് ചെയ്യുക. മക്കളെ ശ്രദ്ധിക്കും, ഈ 3, 5 എന്നൊക്കെ പറഞ്ഞത് ഈ ബൾബിന്റെ റേറ്റഡ് പവറാ. ഓക്കെ, അതിൽ ആലേഖനം ചെയ്ത് വെച്ച പവറാണെന്ത്? 3, 5. അങ്ങനെ പറഞ്ഞാൽ ഇയാൾക്ക് പരമാവധി 3 വാട്ടിലേ വർക്ക് ചെയ്യാൻ കഴിയുള്ളൂ, ഇയാൾക്കോ പരമാവധി 5 വാട്ടിലേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പരമാവധി അത്രേ പറ്റുള്ളൂ. പക്ഷെ ഇവർ വർക്ക് ചെയ്യുന്ന 3ലും 5ലും നല്ല അതിന്റെ മീനിങ് പറഞ്ഞത് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഒരു ബൾബിന് അതിൽ ആലേഖനം ചെയ്ത പവറും ഉണ്ടാവും, അത് പ്രവർത്തിക്കുന്ന പവറും ഉണ്ടാവും. അപ്പൊ എപ്പോഴും ഒരു ബൾബ് അതിൽ ആലേഖനം ചെയ്ത പവറിൽ തന്നെ വർക്ക് ചെയ്യുന്ന നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ, സോ ലിസൺ മക്കളെ, ഞാൻ വ്യത്യസ്ത പവറുള്ള ഉപകരണങ്ങൾ ശ്രേണി രീതി ബന്ധിപ്പിക്കുന്ന സമയത്ത് അതിൽ ആലേഖനം ചെയ്യപ്പെട്ട പവർ കുറവുള്ള എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഉപകരണമായിരിക്കും കൂടുതൽ പവറിൽ പ്രവർത്തിക്കാം. അപ്പൊ ഇപ്പൊ ഇയാൾ പ്രവർത്തിക്കുന്ന പവറിൽ ഇപ്പൊ 2 വാട്ട്സ് ആയിരിക്കും, പക്ഷെ ഇയാളോ 2നേക്കാൾ കുറവില്ല, 1 സംതിങ്ങിലേക്ക് പ്രവർത്തിക്കുന്നുണ്ടാവുക. ഞാൻ പറയൊരു എക്സാമ്പിൾ വെച്ച് പറയാട്ടോ മക്കളെ. ഓക്കെ, സോ ലിസൺ മക്കൾ, ഇത്ര പഠിച്ചാൽ മതി, ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഓക്കെ, സോ മക്കൾ ജസ്റ്റ് ഇത്ര മാത്രം പഠിക്കാം. 2 വ്യത്യസ്ത പവറുള്ള എക്യുപ്മെന്റ്സ് ഉപകരണങ്ങൾ നമ്മൾ ശ്രേണി രീതി ബന്ധിപ്പിക്കുന്ന സമയത്ത് അതിൽ ആലേഖനം ചെയ്യപ്പെട്ട പവർ കുറവുള്ള ബൾബ് എന്ത് ചെയ്യും? നന്നായി പ്രവർത്തിക്കും. പക്ഷെ മക്കളെ ഇതിൽ ഒരുപാട് കേസുകളൊക്കെ ഉണ്ട്, ഞാൻ ഇൻഡത്തിലേക്കൊന്നും പോകുന്നില്ല. 10th ലെവലിലുള്ള നിങ്ങൾക്ക് പഠിക്കേണ്ട ആ ഒരു സർഫസ് കൂടെ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. മക്കൾ ഇത് പഠിച്ചു വെക്കുക. വ്യത്യസ്ത പവറുള്ള എക്യുപ്മെന്റ്സ്, അതിന് ബൾബ് ആയിക്കോട്ടെ, ഫാൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അവർ ശ്രേണി രീതി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആരാ സൂപ്പറായിട്ട് വർക്ക് ചെയ്യുക? അതിൽ ആലേഖനം ചെയ്ത പവർ കുറവുള്ള ഉപകരണ മക്കളെ എന്ത് ചെയ്യുക? സൂപ്പറായിട്ട് വർക്ക് ചെയ്യുക. ഓൾ ഓഫ് യു ക്ലിയർ? ഫൈൻ. നൗ ലിസൺ, ഇവരെ അപ്പോൾ എന്താ അതിന്റെ കാരണം? അപ്പൊ കാരണം കൂടി നിങ്ങളോട് ചോദിക്കും. അപ്പൊ എന്താ കാരണം? നിങ്ങൾ പറയണം 3 വാട്ടുള്ള ബൾബാണ് ബൾബിനാണ്
അത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന പവർ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? 3 വാട്ടുള്ള ബൾബിനായിരിക്കും. അത് പ്രവർത്തിക്കുന്ന പവർ, വർക്കിംഗ് പവർ എന്ന് പറയും. അത് ഇപ്പോൾ പ്രവർത്തിക്കുന്ന പവർ 3 വാട്ട് ബൾബിനാണ് എന്ത് കൂടുതൽ ഉണ്ടാവുക, ഏതിനേക്കാളും 5 വാട്ടിനേക്കാളും. അതുകൊണ്ടാണ് അത് കൂടുതൽ എന്ത് തരിക, പ്രകാശം തരിക, അല്ലെങ്കിൽ കൂടുതൽ പവറിൽ വർക്ക് ചെയ്യുന്നത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ മക്കൾ പോയിന്റ് മീൻസ് ആൻസർ എഴുതി വെച്ചാൽ ചോദിക്കുകയാണെങ്കിൽ എന്താ മക്കളെ, 3 വാട്ടും 5 വാട്ടും ശ്രേണി രീതി ബന്ധിപ്പിക്കുമ്പോൾ ആരാ കൂടുതൽ പ്രകാശം തരിക? 3 വാട്ട് ബൾബ്. എന്തുകൊണ്ട്? കാരണം ശ്രേണി രീതിയിൽ നമ്മൾ ഉപകരണങ്ങൾ ബന്ധിപ്പിക്കുന്ന സമയത്ത് അതിൽ ആലേഖനം ചെയ്ത പവർ കുറവുള്ള ഉപകരണമായിരിക്കും കൂടുതൽ പവറിൽ എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ആൻസർ എഴുതി വെക്കുക. ഓക്കെ, നൗ ലിസൺ. അത് കഴിഞ്ഞു. ഇനി ഇവർ നമ്മൾ സമാന്തര രീതി ബന്ധിപ്പിച്ചാലോ മക്കളെ? 5 വാട്ട്സും 3 വാട്ട്സും നമ്മൾ സമാന്തര രീതി ബന്ധിപ്പിച്ചാൽ കളി മാറും. ഓക്കെ, സമാന്തര രീതി ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുക 5 വാട്ട് ബൾബ് നന്നായി കത്തും, 3 വാട്ട് കുറഞ്ഞ പവറിലും പ്രവർത്തിക്കും. ഓക്കെ, അപ്പൊ സമാന്തരമായി ബന്ധിപ്പിക്കുമ്പോൾ പവർ കൂടുതലുള്ള, ആലേഖനം ചെയ്ത പവർ കൂടുതലുള്ള ആൾ എന്ത് ചെയ്യും? നന്നായി പ്രവർത്തിക്കും. മറ്റേ ആൾ എന്ത് ചെയ്യും? കുറവിലും പ്രവർത്തിക്കും. അപ്പൊ കാരണം എന്താ ഇങ്ങനെ പറയാം? ഇതിൽ 5 വാട്ട് ബൾബായിരിക്കും എന്ത് കൂടുതൽ പവറിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അത് കൂടുതൽ പ്രകാശം തരുന്നത്. മീൻസ് തരുന്നത് പറഞ്ഞോ? ചോദിക്കുക എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് 5 വാട്ട് ബൾബ് എന്ത് ചെയ്യുക കൂടുതൽ പ്രകാശം തരുന്നതൊക്കെ ചോദിക്കും. അതിന്റെ കാരണം എന്താ? 5 വാട്ട് ബൾബാണ് കൂടുതൽ പവറിൽ പ്രവർത്തിക്കുന്നത്, അതുകൊണ്ടാണ് അത് കൂടുതൽ പ്രകാശം തരുന്നത് പറഞ്ഞാൽ മതി. ഇവിടെ നേരെ തിരിച്ചു പറയാം, 3 വാട്ടാണ് എന്ത് ചെയ്യുക കൂടുതൽ പവറിൽ പ്രവർത്തിക്കുന്നത്, അതുകൊണ്ടാണ് അത് കൂടുതൽ പ്രകാശം തരിക. അപ്പോൾ ആ രീതിയിലേക്ക് അങ്ങനെ ആൻസർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ സർഫസ് കൂടെ പോയതാണ്, ഇൻഡെപ്തിലേക്ക് ഇറങ്ങുന്നില്ല. ഫോക്കസ് ഏരിയ മാത്രം അതുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണമെങ്കിൽ എക്സാമിന് ചോദിക്കുന്ന ആ ഒരു സർഫസ് കൂടെ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. നൗ ലിസൺ മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത കാര്യം, ഇതൊക്കെ ഒരുപാട് ഡെപ്തിലേക്ക് പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ. ഓക്കെ, അതിലേക്കൊന്നും ഞാൻ പോയില്ല കേട്ടോ. വോൾട്ടേജിന്റെ വാല്യൂസ് ഒക്കെ വെച്ച് പറയാനുണ്ട്. നൗ ലിസൺ. ഇനി അടുത്ത കാര്യം, നെക്സ്റ്റ് വൺ ഇവയുമായി ബന്ധപ്പെട്ട ഗണിത പ്രശ്നങ്ങൾ. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ ശ്രേണി രീതി, സമാന്തര രീതി ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ സെക്ഷനിൽ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ്, ഇനി അടുത്ത ലാസ്റ്റ്, ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് വൈദ്യുത പ്രവാഹത്തിന്റെ പ്രകാശഫലം. അതിൽ പഠിക്കാനുള്ള മക്കളെ ഏതാ? ഇൻകാൻഡസെന്റ് ലാമ്പ് മാത്രം. ഏത് മാത്രം? ഇൻകാൻഡസെന്റ് ലാമ്പ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പ് മാത്രം പഠിക്കാനുള്ള മക്കളെ. ശ്രദ്ധിക്കുക, ഇത് ഇൻകാൻഡസെന്റ് ലാമ്പാണ്. ശ്രദ്ധിക്കുക, ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ മെയിൻ പാർട്ട്, പ്രധാനപ്പെട്ട ഭാഗമാണ് യാറ് ഫിലമെന്റ്. എന്ത് ഫിലമെന്റ്? ടങ്സ്റ്റൺ ഫിലമെന്റ്. ആരാണ്? ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ് ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഓക്കെ, ഇത് ടങ്സ്റ്റൺ കൊണ്ട് ഉണ്ടാക്കിയതായതുകൊണ്ടാണ് ടങ്സ്റ്റൺ ഫിലമെന്റ് എന്ന് വന്നത്. ഇതിനെ ഫിലമെന്റ് എന്നാ വിളിക്കല്. ഈ പാർട്ടിനെ എന്താ വിളിക്കുക? ഫിലമെന്റ്. ഫിലമെന്റ് എന്തുകൊണ്ട് ഉണ്ടാക്കിയ? ടങ്സ്റ്റൺ കൊണ്ട്. ടങ്സ്റ്റൺ എന്താ? ഒരു ലോഹം, ഒരു മെറ്റലാണ്. ഓക്കെ, അത് ടങ്സ്റ്റൺ നമ്മൾ സിമ്പിൾ W കാണിക്കല്, ഒന്നും നിങ്ങൾക്ക് വേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ ടങ്സ്റ്റൺ ഫിലമെന്റ് ആണ് ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ട് ഫിലമെന്റ് ഉള്ളത് കൊണ്ട് അതിനെന്ത് വിളിച്ച്? ഫിലമെന്റ് ലാമ്പ് എന്ന് വിളിച്ച്. ഓക്കെ, നൗ ലിസൺ. ഈ ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ സവിശേഷതകൾ എന്തൊക്കെ പഠിക്കണം മക്കളെ? സവിശേഷതകൾ ഒന്ന് ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന പ്രതിരോധം. രണ്ടാമത്തത് ഉയർന്ന ദ്രവണാങ്കം. എന്താണ്? ഉയർന്ന ദ്രവണാങ്കം. എടാ മക്കളെ, ഇത് നന്നായി ചൂടാവേണ്ട ആളാ. നന്നായി ചൂടാവേണ്ട ആള് പറഞ്ഞാൽ ഉയർന്ന റെസിസ്റ്റിവിറ്റി വേണം, എന്നാലേ ചൂടാവുള്ളൂ. അത് ചൂടായി കഴിഞ്ഞാലും ഉരുകാൻ പാടില്ല. സോ ഉയർന്ന ദ്രവണാങ്കം വേണം, ഉയർന്ന ദ്രവണാങ്കം. മൂന്നാമത്തെ സവിശേഷത മക്കളെ, മൂന്നാമത്തെ സവിശേഷത എന്താ? നിങ്ങൾക്ക് ഇതിന് ഉയർന്ന ഡക്റ്റിലിറ്റി ആണ്. നേരത്തെ കമ്പികളാക്കി മാറ്റാൻ പറ്റും, വലിച്ചു നീട്ടാൻ പറ്റും, പൊട്ടൂല. ഓക്കെ, അപ്പൊ ഉയർന്ന എന്തുണ്ട്? ഡക്റ്റിലിറ്റി ഉണ്ട്. ഡക്റ്റിലിറ്റി കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വലിച്ചു നീട്ടാൻ, നേരത്തെ കമ്പിയാക്കാം, ചുറ്റി വെക്കാം. കണ്ടോ? ലൈക്ക് ദിസ്. അപ്പൊ നേരത്തെ കമ്പിയാകുമ്പോഴുള്ള ഗുണം എന്താ? നേരത്തെ കമ്പിയാകുമ്പോൾ പ്രതിരോധം ഒന്നും കൂടി വർദ്ധിക്കും. ഓക്കെ, അപ്പൊ നേരത്തെ കമ്പിയാക്കാം. ഓക്കെ, അപ്പൊ ഉയർന്ന ഡക്റ്റിലിറ്റി ഉണ്ട്, മൂന്നാമത്തെ സവിശേഷത. നാലാമത്തെ സവിശേഷത എന്താ മക്കളെ? ഇതെന്ത് തരും പുറത്തേക്ക്? ഇത് ധവളപ്രകാശം നൽകാനുള്ള കഴിവുണ്ട്. ആർക്ക്? ടങ്സ്റ്റൺ ഫിലമെന്റിന്. ഓക്കെ, 4 സവിശേഷതകൾ. അതിൽ നാലാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഫിലമെന്റ് ലാമ്പിന്റെ ഫിലമെന്റായ ടങ്സ്റ്റൺ ഫിലമെന്റിന് എന്ത് തരാനുള്ള കഴിവുണ്ട് മക്കളെ? ധവളപ്രകാശം, ചൂടായി ചുട്ടുപഴുത്ത് ധവളപ്രകാശം നൽകാനുള്ള കഴിവുണ്ട്. സോ അത് വർക്കിംഗ് എങ്ങനെ മക്കളെ? ഇതിൽ കൂടെ കറണ്ട് വരും. കറണ്ട് വന്ന് നമ്മൾ ടങ്സ്റ്റൺ ഫിലമെന്റ് കൂടെ ഒഴുകുന്ന സമയത്ത് ഉയർന്ന റെസിസ്റ്റിവിറ്റി കൊണ്ട് നന്നായി ചൂടായി അതെന്ത് ചെയ്യും? ചൂടായി ചുട്ടുപഴുത്ത് ചുവന്ന അവസ്ഥയിൽ നിന്നും അത് ഒരു വെളുത്ത അവസ്ഥയിലേക്ക് മാറിയിട്ട് എന്ത് ചെയ്യും? പുറത്തേക്ക് എന്ത് തരും? പ്രകാശം തരും, ധവളപ്രകാശം നൽകും. ഓക്കെ, അപ്പൊ ചൂടാവാനുള്ള കാരണം ഉയർന്ന റെസിസ്റ്റിവിറ്റി. അങ്ങനെ ചൂടായിട്ട് ഉരുകാതിരിക്കാനുള്ള കാരണം ഉയർന്ന ദ്രവണാങ്കം. ഓക്കെ, പിന്നെ അതെന്ത് ചെയ്യും? അതിന്റെ മാത്രം സവിശേഷതയാണ് പുറത്തേക്ക് എന്ത് തരും? പ്രകാശം തരും. എന്ത്? ധവളപ്രകാശം നൽകും. ഓൾ ഓഫ് യു ക്ലിയർ? ഇത്രയും സവിശേഷത. പിന്നെ ഇത് നേരത്തെ കമ്പിയാക്കാൻ പറ്റും, അതും എന്താ? ഉയർന്ന ഡക്റ്റിലിറ്റി ഉള്ളത് കൊണ്ടാണ്. സോ മക്കൾ ഇത്രയും സവിശേഷത മക്കൾ പഠിച്ചു വെക്കണം.
ഇനി ഒരു പോയിന്റ് ഇതിൽ പഠിക്കാനുള്ള മക്കളെ, നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഗ്ലാസിന്റെ ഒരു ഉണ്ട ബൾബ്, ആ ഗ്ലാസ് ബൾബിൽ നിന്ന് പുറത്തേക്ക് നമ്മൾ വായു എന്ത് ചെയ്യും, പുറത്തേക്ക് നീക്കം ചെയ്യും. വായു എന്ത് ചെയ്യും, പുറത്തേക്ക് നീക്കം ചെയ്യും. അങ്ങനെ ഗ്ലാസ് ബൾബിന്റെ ഉള്ളിൽ നിന്ന് വായു പുറത്തേക്ക് നീക്കം ചെയ്യും മക്കളെ. വായു പുറത്തേക്ക് നീക്കം ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടങ്സ്റ്റൺ ഫിലമെന്റ് നിക്രോമിന്റെ മാതിരിയല്ല. നിക്രോം എന്താ, നിക്രോമിന് അന്തരീക്ഷ വായുവുമായി ഓക്സീകരണം സംഭവിക്കാറില്ല. പക്ഷെ ടങ്സ്റ്റൺ ഫിലമെന്റ് എന്ത് ചെയ്യും, അന്തരീക്ഷ വായുവിനെ കിട്ടിയ അപ്പോൾ ഓക്സീകരിക്കും, പൊട്ടും. അപ്പൊ ഇവിടെ ഉള്ളിൽ വായു ഉണ്ടാകാൻ പാടില്ല, വായു നീക്കം ചെയ്തു. ക്ലിയർ? അപ്പൊ വായു നീക്കം ചെയ്യുമ്പോൾ എന്ത് പോയി, ടങ്സ്റ്റൺ ഫിലമെന്റിന് ഓക്സീകരണം സംഭവിക്കുന്നുള്ള പേടി പോയി. അപ്പൊ വായു നീക്കം ചെയ്യുന്ന എന്തിനാ, ഓക്സീകരണം തടയാൻ. ആരെ, ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ. എന്നിട്ട് നമ്മൾ ഇതിനുള്ളിലേക്ക് എന്ത് ചെയ്യുന്ന അറിയാം മക്കളെ, കുറഞ്ഞ മർദ്ദത്തിൽ നമ്മൾ നൈട്രജൻ വാതകം അല്ലെങ്കിൽ അലസവാതകം നിറയ്ക്കും ഉള്ളിലേക്ക്. അല്ല മക്കളെ, വായു നീക്കം ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ മർദ്ദം പോവും, മർദ്ദം കുറയും. ഉള്ളിൽ മർദ്ദം കുറയുമ്പോൾ സംഭവിക്കുക എന്താ അറിയോ, നമ്മുടെ ടങ്സ്റ്റൺ ഫിലമെന്റിന് ബാഷ്പീകരണം സംഭവിക്കും. അപ്പൊ ഓക്സീകരണം തടയാൻ വേണ്ടി വായു നീക്കം ചെയ്തപ്പോൾ അവിടെ വേറെ ഒരു പ്രശ്നം വന്നു. എന്താ, ഈ ടങ്സ്റ്റൺ ഫിലമെന്റിന് എന്ത് സംഭവിക്കാൻ തുടങ്ങി, ബാഷ്പീകരണം സംഭവിക്കാൻ തുടങ്ങി. അതിൻ്റെ ഉള്ളിലെ മർദ്ദം കുറഞ്ഞുകൊണ്ട്. അപ്പൊ മർദ്ദം കൂട്ടി കൊടുക്കാൻ വേണ്ടി നമ്മൾ ആരെ ഉള്ളിലേക്ക് നിറക്കും, അലസവാതകം അല്ലെങ്കിൽ നൈട്രജൻ വാതകം നിറക്കും. നൈട്രജൻ വാതകവും അലസവാതകവും ആരുമായി പ്രവർത്തിക്കൂല, ടങ്സ്റ്റൺ ഫിലമെന്റുമായി പ്രവർത്തിക്കില്ല. അതുകൊണ്ട് പ്രോബ്ലം ഇല്ല. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നമുക്ക് ഇയാളുടെ ബാഷ്പീകരണം തടയാൻ പറ്റി, അതുപോലെ ഓക്സീകരണം തടയാൻ പറ്റി. ഓക്സീകരണം തടയാൻ വേണ്ടി വായു ഒഴിവാക്കി, ബാഷ്പീകരണം തടയാൻ വേണ്ടി ഉള്ളിലേക്ക് നൈട്രജൻ വാതകം നിറച്ചു. ദാറ്റ്സ് ഓൾ. ഇത്രയും ഡീറ്റെയിൽസ് മക്കളെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ, ഇത്രയും കാര്യങ്ങളിൽ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് മാർക്ക് പോകില്ല. ഓക്കെ, സോ നമ്മൾ ഫോക്കസ് ഏരിയൻ്റെ ആ ഒരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി മക്കളെ ശ്രദ്ധിക്കടാ, ഇനി ശ്രദ്ധിക്ക്. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് അതിൻ്റെ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. മക്കൾ ശ്രദ്ധിക്കൂ. ലിസൺ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റുള്ളവ കണ്ടെത്തി അടിവരയിട്ട ഭാഗത്ത് ആവശ്യമായ മാറ്റം വരുത്തി എഴുതുക. ഓക്കെ, ആവശ്യമായ മാറ്റം വരുത്തി എഴുതുക. മക്കളെ ശ്രദ്ധിക്കണം. ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾക്ക് ഉയർന്ന റെസിസ്റ്റിവിറ്റിയും താഴ്ന്ന ദ്രവണാങ്കവും ഉണ്ടായിരിക്കും. ഹീറ്റിംഗ് കോയിൽ വേഗം ചൂടാവേണ്ട ആളാണ്. വേഗം ചൂടാവണം, ചൂടായ ഉരുകിപ്പോവും ചെയ്യരുത്. അപ്പോൾ വേഗം ചൂടാവണമെങ്കിൽ ഉയർന്ന റെസിസ്റ്റിവിറ്റി. ഓക്കെ, ലൈക്ക് ഇതൊക്കെ ഉയർന്ന റെസിസ്റ്റിവിറ്റി. ഓക്കെ, നൗ ലിസൺ. ഉയർന്ന റെസിസ്റ്റിവിറ്റി സെറ്റാ. താഴ്ന്ന ദ്രവണാങ്കം അത് പാളി. ഉയർന്ന റെസിസ്റ്റിവിറ്റി വേണം. ഉയർന്ന റെസിസ്റ്റിവിറ്റി വേഗം ചൂടായിക്കോളും. വേഗം ചൂടായാലും അത് ഉരുകാൻ പാടില്ല. സോ ഉയർന്ന ദ്രവണാങ്കം വേണ്ടേ. താഴ്ന്ന ദ്രവണാങ്കം കൊടുത്ത് ആൻസർ എന്താ, ഉയർന്ന ദ്രവണാങ്കം മാറ്റി എഴുതണം. ഓക്കെ, സോ ഒന്നാമത്തെ കംപ്ലീറ്റഡ്. രണ്ടാമത്തെ, ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ ഫിലമെന്റിന്റെ ബാഷ്പീകരണം കുറയ്ക്കാൻ കുറഞ്ഞ മർദ്ദത്തിൽ ഹൈഡ്രജനോ നൈട്രജനോ ഉപയോഗിക്കുന്നു. പറ്റൂല, ഹൈഡ്രജൻ പറ്റൂല, നൈട്രജൻ പറ്റും. പിന്നെ ആരാ മക്കളെ, അലസവാതകം. ആരാണ്, അലസവാതകമോ അല്ലെങ്കിൽ നൈട്രജനോ, അലസവാതകമോ നൈട്രജനോ ഉപയോഗിക്കുന്നു. ക്ലിയർ? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും. 920 വാട്ട്സ് പവർ, അതേപോലെ 230 വോൾട്ട് എന്ന് രേഖപ്പെടുത്തിയ ഒരു ഹീറ്റർ 230 വോൾട്ട് സപ്ലൈയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അടാ മക്കളെ, ഒരു ഹീറ്ററിൽ 920 വാട്ട്സ് അതുപോലെ എന്തെന്ന് 230 വോൾട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. മക്കൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, ഈ ഒരു ഹീറ്റർ ആ ഹീറ്ററിന് 230 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ അയാൾ 920 വാട്ട്സ് പവറിൽ വർക്ക് ചെയ്യും. എന്നാൽ ഈ ഹീറ്ററിലേക്ക് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് 230നേക്കാൾ കൂടിയാൽ ആ എക്യുപ്മെന്റ് കത്തിപ്പോകും, അടിച്ചു പോകും. ഇവന് കൊടുക്കുന്ന വോൾട്ടേജ് 230നേക്കാൾ കുറച്ചാലോ അയാൾ വർക്ക് ചെയ്യുന്ന പവർ കുറയും. 920 പകരം 900 അല്ലെങ്കിൽ 800 600 500 ഒക്കെ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഈ പവറിനേക്കാൾ ഒരിക്കലും പവർ കൂട്ടാൻ കഴിയില്ല. എന്ത് കൂട്ടി? വോൾട്ടേജ് കൂട്ടിയിട്ട്. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, സോ ലിസൺ. അപ്പൊ ഈ ഒരു എക്യുപ്മെന്റ് പ്രത്യേകത, അയാൾക്ക് കൊടുക്കുന്ന വോൾട്ടേജ് 230 ആണെങ്കിൽ അയാൾ 920 വാട്ട്സ് എന്ത് ചെയ്യും മക്കളെ? വർക്ക് ചെയ്യും.
വോൾട്ടേജ് കുറച്ചാലോ പവർ കുറയും. ഓക്കെ, അവിടെ നിൽക്കട്ടെ. 920 വാട്ട്സിലല്ലേ ഇപ്പൊ ഇത് വർക്ക് ചെയ്യുക. കാരണം എന്താ, ഇയാൾക്ക് സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എത്രയാ? 230 ആണുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഈസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പൊ 230 വോൾട്ട് ഇയാൾക്ക് സപ്ലൈ ചെയ്തു. അതുകൊണ്ട് ഇയാൾ എത്ര വർക്ക് ചെയ്യും? 920 വാട്ട്സിൽ എന്ത് ചെയ്യും മക്കളെ? വർക്ക് ചെയ്യും. സംശയമില്ലല്ലോ? ഇല്ല. ഓക്കെ, ഫൈൻ. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഹീറ്ററിലൂടെയുള്ള കറണ്ട് കണക്കാക്കുക. അപ്പൊ നമ്മൾ ഹീറ്ററിലെ കറണ്ട് കണക്കാക്കാൻ പോവാണ് മക്കളെ. നമുക്കറിയാം ഇപ്പൊ ഹീറ്റർ വർക്ക് ചെയ്യുന്ന പവർ 920 വാട്ട്സിൽ. സംഭവം സെറ്റ് അല്ലേ? സപ്ലൈ ചെയ്ത വോൾട്ടേജ് 230 ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇയാൾ എത്ര വർക്ക് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ് 920 വർക്ക് ചെയ്യുന്നു പറഞ്ഞു. ഇപ്പൊ അയാൾ വർക്ക് ചെയ്യുന്ന പവർ എത്ര? 920. നൗ അയാൾക്ക് കൊടുത്ത വോൾട്ടേജോ 230. സമ്മതല്ലേ? നൗ കറണ്ട് കണ്ടൂടെ? ഏതാ ഇക്വേഷൻ മക്കളെ? P is equal to V into I. I is equal to P by V. P എത്രയാ മക്കളെ? 920. V എത്രയാ മക്കളെ? 230. So the answer is 920 by 230. അപ്പൊ 0 കട്ടായി. 92 by 23 എത്ര? 92 എത്ര? 23 ഉണ്ട്. 423. So answer is 4 ആംപിയർ. ഓക്കെ, അപ്പൊ നമ്മള് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കണ്ടെത്തി. എത്രയാ മക്കളെ? 4 ആംപിയർ. എത്രയാണ്? 4 ആംപിയർ. നൗ ലിസൺ പ്ലീസ്. 4 ആംപിയർ എന്ന് കിട്ടി. ഇനി ബി ക്വസ്റ്റ്യൻ ഉണ്ട് മക്കളെ. ബി ക്വസ്റ്റ്യൻ ഉണ്ട്. ബി ക്വസ്റ്റ്യൻ എന്താണ്? 5 മിനിറ്റ് കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന താപം കാണണം. എടാ മക്കളെ, P is equal to H by T എന്ന ഇക്വേഷൻ പഠിച്ചില്ലേ? P is equal to H by T. From here H is equal to P into T എന്ന് എഴുതാം. H is equal to P into T എന്ന് എഴുതാം. ശരിയല്ലേ? 5 മിനിറ്റ് കൊണ്ടുള്ള താപല്ലേ കാണ്ടിയേ മക്കളെ? ടി എത്രയാ? 5 മിനിറ്റ്. 5 മിനിറ്റ്. മിനിറ്റ് എങ്ങനെ സെക്കൻഡ് ആക്കുക? 5 × 60 സെക്കൻഡ്, 300 സെക്കൻഡ്. ശരിയല്ലേ? പവർ എത്രയാ മക്കളെ? ഇപ്പൊ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പവർ 920 വാട്ട്സ് അല്ലേ? സോ പവറിന് 920 കൊടുക്കുക, ടിക്ക് 300 കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 2 6 3 27. എത്ര 0? 3 0 1 2 3 0 ജൂൾ. ആൻസർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറും നമ്മൾ കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറും നമ്മൾ കംപ്ലീറ്റ് ആയി. നൗ യു പ്ലീസ് ലിസൺ. അടുത്ത ക്വസ്റ്റ്യൻ സി ക്വസ്റ്റ്യൻ ആ മക്കളെ. സി ക്വസ്റ്റ്യൻ എന്താ? ഹീറ്ററിന്റെ പ്രതിരോധം മാറ്റാതെ പവർ എങ്ങനെ മാറ്റാം? എടാ മക്കളെ, ഹീറ്ററിന്റെ പവറിന്റെ ഇക്വേഷൻ P is equal to V into I, അല്ലെങ്കിൽ P is equal to V square by R, അല്ലെങ്കിൽ P is equal to I square R. ശരിയല്ലേ? അപ്പോൾ ഇതിൽ പവർ എന്ന് പറഞ്ഞ സംഭവം മാറ്റാണ്. ഒന്നുകിൽ വോൾട്ടേജ് മാറ്റുക, അല്ലെങ്കിൽ കറണ്ട് ചേഞ്ച് വരുത്തുക, അല്ലെങ്കിൽ പ്രതിരോധത്തിൽ ചേഞ്ച് വരുത്തുക. ഏതായാലും കുഴപ്പമില്ല. ആ പവറിൽ വേരിയേഷൻ വരുത്താൻ ഒന്നുകിൽ വോൾട്ടേജ്, അല്ലെങ്കിൽ കറണ്ട്, അല്ലെങ്കിൽ R വിചാരിക്കണം. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് ഹീറ്ററിന്റെ പ്രതിരോധം മാറ്റാതെ. അപ്പൊ നിങ്ങൾ R തൊട്ട് കളിക്കണ്ട. ഓക്കെ, ഇനി പറ എങ്ങനെ നമ്മൾ മാറ്റുക? വിയോ ഐയോ മാറ്റുക? ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഐ ചേഞ്ച് ചെയ്യിക്കൽ എങ്ങനെ? നമുക്കൊരു സർക്യൂട്ടിലെ കറണ്ട് മാറ്റാൻ കഴിയില്ല. കഴിയും, ഇൻഡയറക്ട്ലി കഴിയും. അതായത് സർക്യൂട്ടിലെ വോൾട്ടേജ് നമുക്ക് മാറ്റാൻ പറ്റുക. വോൾട്ടേജ് മാറ്റുമ്പോൾ ഓട്ടോമാറ്റിക്കലി കറണ്ട് മാറും. പറഞ്ഞ് മനസ്സിലായണോ മക്കളെ? മനസ്സിലാക്കടാ. ഒരു എക്യുപ്മെന്റിൽ ഈ ഒരു എക്യുപ്മെന്റിന്റെ പവർ എനിക്ക് എന്ത് ചെയ്യണം? മാറ്റണമെങ്കിൽ പവർ എന്ത് ചെയ്യണം? മാറ്റാൻ വേണ്ടി അല്ലേ? മാറ്റിയാൽ മതി. കൂട്ടാ കുറക്കാന്ന് പറഞ്ഞില്ല. പവർ മാറ്റാൻ നിങ്ങൾ വോൾട്ടേജ് എന്താക്കിയാൽ മതി? മാറ്റിയാൽ മതി. കറണ്ട് മാറ്റാന്ന് പറയല്ലേ? കാരണം ഒരു പ്രൊഫഷണലിസം അല്ലേ? വോൾട്ടേജ് മാറ്റാന്ന് പറഞ്ഞാൽ മതി. വോൾട്ടേജ് മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി കറണ്ട് മാറും. യു ഗോട്ട് ഇറ്റ്? ഓക്കെ, സോ ലിസൺ. അപ്പോൾ നമ്മൾ പറഞ്ഞു പവറിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. വോൾട്ടേജ് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പവറിൽ വേരിയേഷൻ വരുത്താൻ പറ്റും നമ്മൾ പറഞ്ഞു. ഫൈൻ. അപ്പോൾ നമ്മൾ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്ത പ്രസ്താവനകളിൽ തെറ്റുള്ളവ കണ്ടെത്തി അടിവരയിട്ട ഭാഗത്ത് ആവശ്യമായ മാറ്റം വരുത്തി എഴുതുക. മക്കളെ എഴുതണം. എന്താ മക്കളെ നോക്കുക നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സർക്യൂട്ടിനെ അപേക്ഷിച്ച് ദ്രവണാങ്കം കൂടിയ ചാലകമാണ് ഫ്യൂസ് വയറായി ഉപയോഗിക്കുന്നത്. മക്കളെ ശ്രദ്ധിക്ക്. ഇതാണ് സർക്യൂട്ട്, ഇത് ഫ്യൂസ് വയർ. ഓക്കെ, ഇത് ഉപകരണം. ഇതാണ് നമ്മുടെ സർക്യൂട്ടിൽ വരുന്ന ഭാഗങ്ങൾ. ഒന്ന് ഇത്, ഈ വയർ, ഫ്യൂസ് വയർ ഇതുമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫ്യൂസ് വയറിന് ദ്രവണാങ്കം എന്തായിരിക്കണം മക്കളെ? കുറവായിരിക്കണം. സർക്യൂട്ട് വയറിനേക്കാളും ദ്രവണാങ്കം കുറവായിരിക്കണം. ഓക്കെ, സോ ലിസൺ. സർക്യൂട്ടിനെ അപേക്ഷിച്ച് ദ്രവണാങ്കം കൂടിയ ചാലകമാണ് ഫ്യൂസ് വയറായി ഉപയോഗിക്കുക. തെറ്റാണ്. ദ്രവണാങ്കം കൂടിയതല്ല,
കുറഞ്ഞത്. ഓൾ ഓഫ് യു ക്ലിയർ? ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് ഉപകരണങ്ങളുടെ പവർ വർദ്ധിക്കുന്നതിനനുസരിച്ച് അത് ഉൾപ്പെടുത്തിയ സർക്യൂട്ടിലെ ഫ്യൂസിന്റെ ആംപിയറേജ് കുറയ്ക്കേണ്ടതാണ്. മക്കളെ ശ്രദ്ധിക്കണേ, പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണേ. എന്താ പറഞ്ഞത്? ഉപകരണങ്ങളുടെ പവർ വർദ്ധിക്കുന്നതിനനുസരിച്ച് അത് ഉൾപ്പെടുത്തിയ സർക്യൂട്ടിന്റെ ഫ്യൂസിന്റെ ആംപിയറേജ് കുറയ്ക്കേണ്ടതാണ്. മക്കളെ തെറ്റാണത്. ആംപിയറേജ് കുറയ്ക്കല്ല ചെയ്യേണ്ടേ, കൂട്ടണം. എടാ മക്കളെ, നമ്മൾ ചെറിയ ഒരു എക്യുപ്മെന്റ്, പവർ കുറഞ്ഞ ഒരു എക്യുപ്മെന്റ്, വളരെ കുറഞ്ഞ പവറുള്ള എക്യുപ്മെന്റ് ആണ്, ഉപകരണമാണ് എങ്കിൽ അവന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂസില്ലേ, ഫ്യൂസ് വയറിന്റെ ആംപിയറേജ് അല്ലെങ്കിൽ ഫ്യൂസിന്റെ ആംപിയറേജ് ചെറുത് മതി. ചെറിയ പവർ അല്ലെങ്കിൽ ചെറിയ ആംപിയറേജ് ഉള്ള ഫ്യൂസ് മതി. എന്നാൽ വലിയ ഹെവി എക്യുപ്മെന്റ്സിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഈ ചെറിയ ആംപിയറേജിന്റെ ഫ്യൂസ് വെച്ചാൽ അത് എപ്പോഴും പൊട്ടും. കാരണം പവർ കുറഞ്ഞ എക്യുപ്മെന്റ് ആകുമ്പോൾ കുറച്ച് കറണ്ടേ ഒഴുകുള്ളൂ. ആയിക്കൂടെ പവർ കൂടിയ എക്യുപ്മെന്റ് ആകുമ്പോഴോ അത് വർക്ക് ചെയ്യണമെങ്കിൽ ഹൈ കറണ്ട് വേണം. ഒരു എക്സാമ്പിൾ പറഞ്ഞ മക്കളെ ശ്രദ്ധിക്കടാ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതിപ്പോ ഒരു ഫാനാന്ന് വിചാരിക്കും. ഫാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബൾബാന്ന് വിചാരിക്കും. ബൾബിലൂടെ ഒഴുകുന്ന കറണ്ട് 2 ആംപിയർ റേഞ്ചിലുണ്ടാവുക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂസിന്റെ ആംപിയറേജോ 2 ആംപിയറിന്റെ മതി. പറഞ്ഞത് മനസ്സിലായണോ? 2 ആംപിയറിലാണ് ഈ ബൾബ് മാക്സിമം പവറിൽ വർക്ക് ചെയ്യുക. അപ്പോൾ 2 ആംപിയറേജിന്റെ ഫ്യൂസ് മതി. ഞാൻ ചോദിക്കുന്ന മക്കളെ ശ്രദ്ധിക്ക്. അടുത്തത് ഞാൻ വേറെ വലിയൊരു മെഷീൻ ഉപയോഗിക്കാം, ഒരു വലിയ AC അല്ലെ അങ്ങനത്തെ ആ രീതിയിലേക്കുള്ള. അപ്പോൾ ഞാൻ AC ഉപയോഗിക്കുമ്പോൾ അവിടെ നമുക്കൊരു 10 ആംപിയർ കറണ്ടാണ് അത് മാക്സിമം വലിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? 10 ആംപിയറിന്റെ ഫ്യൂസ് യൂസ് ചെയ്യണം. ശരിയല്ലേ? 10 ആംപിയറിന്റെ ഫ്യൂസ് യൂസ് ചെയ്യണം. പവർ കൂടും തോറും, നല്ല പവറുള്ള എക്യുപ്മെന്റ് ആകും തോറും അവിടെ യൂസ് ചെയ്യേണ്ട ഫ്യൂസിന്റെ ആംപിയറേജ് എന്ത് ചെയ്യും മക്കളെ? കൂടും. അപ്പോൾ തെറ്റല്ലേ? ആംപിയറേജ് കുറക്കല്ല ചെയ്യേണ്ടി, കൂട്ടുക ചെയ്യേണ്ടി. ഓക്കെ, നെക്സ്റ്റ്. ഒരു 230 വോൾട്ട് സപ്ലൈ സർക്യൂട്ടിൽ, ഓക്കെ, അപ്പോൾ 230 വോൾട്ട് സപ്ലൈ സർക്യൂട്ട് ആണ്. സോ ഇവിടെ എത്ര വോൾട്ട് കൊടുക്കുന്നുണ്ട്? 230 വോൾട്ട് കൊടുക്കുന്നുണ്ട്. ശരിയല്ലേ? 230 വോൾട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 230 വോൾട്ട് സപ്ലൈ സർക്യൂട്ടിൽ എത്ര ബൾബ് ഉണ്ട് മക്കളെ? 40 വാട്ട് 230 വോൾട്ട് ബൾബുകൾ ഘടിപ്പിച്ചിരിക്കുന്നതാണ്. ചിത്രത്തിലോ അപ്പോൾ ഫിഗറിൽ കാണാൻ നിങ്ങൾക്ക് 4 എന്തുണ്ട്? 4 ബൾബുകൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ B1, B2, B3, B4 എന്നിങ്ങനെ 4 ബൾബുകൾ ഉണ്ട്. ഫൈൻ. ഇനി നോക്കിയേ, താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, സർക്യൂട്ടിൽ ശ്രേണിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ബൾബുകൾ ഏതൊക്കെയാണ് ശ്രേണിയിൽ ബന്ധിപ്പിച്ച ബൾബ്? മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ശ്രേണിയാണോ എന്ന് അറിയാൻ അവിടെ കറണ്ട് തുല്യമാവുണ്ടോ നോക്കിയാൽ മതി. മക്കൾ ശ്രദ്ധിക്കടാ. ഈ S1 എന്ന സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ഒരു I കറണ്ട് കൊടുത്താൽ ആ കറണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ബൾബ് കയറി B2ലും കയറി ഇങ്ങനെ പോലെ കയറും. സോ B1ലും B2ലും കറണ്ട് എന്തായാലും തുല്യല്ലേ? ആണ്. അതുകൊണ്ട് നിങ്ങൾ കണ്ണടച്ച് പറഞ്ഞോ, B1ഉം B2 എന്താ? ശ്രേണി രീതിയിലാണ് ബന്ധിപ്പിച്ചത്. B1 B2 എന്താ? ശ്രേണിയിലാണ്. ശരിയല്ലേ? ഓക്കെ. B3 B4ന്റെ അവസ്ഥ നോക്കിയേ. ഈ സ്വിച്ചുകൾ ഓൺ ചെയ്താൽ ഇവിടുത്തെ ഒരു കറണ്ട് ഞാൻ കൊടുത്താൽ ആ കറണ്ട് ഇങ്ങനെ ഒഴുകിയിട്ട് കുറച്ചിങ്ങോട്ടും പോവും, കുറച്ചങ്ങോട്ടും പോവും. ശരിയല്ലേ? ഈ 2 ബൾബിന്റെ പവർ തുല്യമാണ് എങ്കിൽ ഈക്വലായി ഡിവൈഡ് ചെയ്യും. മക്കളെ ശ്രദ്ധിക്കണം. ഈ 2 ബൾബിന്റെ പവർ തുല്യമാണ് എങ്കിൽ ഇവിടെ കറണ്ട് ഈക്വലായി ഡിവൈഡ് ചെയ്യും. അത് എപ്പോഴാ അറിയോ? 2ന്റെ പവർ തുല്യമാണെങ്കിൽ മാത്രം. പവർ തുല്യം അല്ലെങ്കിലോ ഈക്വലായി കറണ്ട് ഡിവൈഡ് ചെയ്യില്ല. യു ഗോട്ട് ഇറ്റ്. പക്ഷെ ഇവിടെ B1ഉം B2ഉം ഏത് പവറുള്ള ബൾബാണെങ്കിലും കറണ്ട് തുല്യേ ഒഴുകുള്ളൂ. 2ലും കറണ്ട് സെയിമാ ഒഴുകുക. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഇവരെ 2 ബൾബിന്റെയും പവർ ഏത് പവറാണെങ്കിലും കറണ്ട് തുല്യമാണ്. സോ അത് ശ്രേണി രീതിയാണ്. എന്നാൽ ഇവിടെ ബൾബിന്റെ പവർ ഏത് പവറാണെങ്കിലും കറണ്ട് തുല്യമല്ല ഒഴുകുക, വ്യത്യസ്ത ഒഴുകുക. പവർ സെയിം ആയതുകൊണ്ട് കറണ്ട് എന്താവും? ഈ വന്ന കറണ്ട് സ്പ്ലിറ്റ് ആയിട്ട് 2ലും സെയിം കറണ്ട് ഒഴുകും. പറഞ്ഞത് മനസ്സിലായി? പക്ഷെ അങ്ങനെ ആയിട്ട് കാര്യമല്ല, അത് ശ്രേണി ആവൂല. അപ്പോൾ എന്താ? ശ്രേണി അല്ല. സമാന്തരമുള്ളതിനെ വേറെ ചെക്ക് ചെയ്യണം. എന്തല്ല എന്ന് ഉറപ്പായി. B3ഉം B4ഉം സമാന്തരമുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരെന്തല്ല? സമാന്തരമല്ല. ശ്രേണിയല്ല. ഓക്കെ. സോ ഇത് രണ്ടും എന്താ? ശ്രേണിയാണ്. സോ ആരൊക്കെ മക്കളെ? B1ഉം B2 ആണ് എന്ത്? ശ്രേണി രീതി ബന്ധിപ്പിച്ചു അല്ലേ? നെക്സ്റ്റ്, സ്വിച്ച് ഓൺ ആക്കുമ്പോൾ 40 വാട്ട് പവറിൽ പ്രവർത്തിക്കുന്ന ബൾബുകൾ ഏതെല്ലാം? മക്കളെ, ഇവിടെ ബൾബ് 4 ബൾബിന്റെയും പിന്നെ റേറ്റഡ് പവർ, ആ എക്യുപ്മെന്റിൽ എഴുതി വെച്ച പവർ 40 വാട്ട് 230 വോൾട്ട് എന്നാ. അപ്പൊ അവർക്ക് 230 വോൾട്ട് ആർക്കൊക്കെ കിട്ടുന്നുണ്ടോ അവരൊക്കെ 40 വാട്ടിൽ എന്ത് ചെയ്യും? പ്രവർത്തിക്കും.
മക്കളെ ശ്രദ്ധിക്കടാ, B3 ഈ സ്വിച്ചുകളൊക്കെ ഓൺ ആക്കിട്ടോ, എല്ലാ സ്വിച്ചും ഓൺ ആക്കി. സോ B3 നോക്കുക, B3ന്റെ വലത്തെ കാല് ഇങ്ങനെ വന്ന് ഫേസ് ലൈനുമായി കോണ്ടാക്ട് ഉണ്ട്. B3ന്റെ ലെഫ്റ്റ് ലിംബ് ഇങ്ങനെ വന്ന് ന്യൂട്രലുമായി കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ എന്ത് പറയാം, B3ക്ക് 230 വോൾട്ട് കിട്ടും ഉറപ്പാ. B4ന്റെ അവസ്ഥ, അവന്റെ ലെഫ്റ്റ് ലിംബ് ഫേസുമായി കണക്ഷൻ ഉണ്ട്, B4 റൈറ്റ് ലിംബ് ന്യൂട്രലുമായി കണക്ഷൻ ഉണ്ട്. സോ B4നും എന്ത് ചെയ്യുന്നുണ്ട്, ഫേസും ന്യൂട്രലുമായി ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. അപ്പൊ അവർക്ക് 230 വോൾട്ട് കിട്ടും. സോ B3യും B4ഉം ഉറപ്പാണ് എത്ര, അവർക്ക് 230 വോൾട്ട് കിട്ടി. അപ്പൊ അവർ എത്ര വർക്ക് ചെയ്യും, 40 വർക്ക് ചെയ്യും. സോ 240 വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി B1ന്റെയും B2ന്റെ അവസ്ഥ നോക്കുക. B1ന്റെ ഇടത്തെ കാല് ഫേസുമായി കണക്ഷൻ ഉണ്ട്, പക്ഷേ B1ന്റെ വലത്തെ കാല് ഫേസുമായി കണക്ഷൻ അല്ല. B1ന്റെ വലത്തെ കാല് B2വുമായിട്ടാണ് കണക്ഷൻ. B2ന്റെ ഇടത്തെ കാല് ഫേസുമായി കണക്ഷൻ അല്ല, പക്ഷെ B2ന്റെ വലത്തെ കാല് എന്താ, ന്യൂട്രലുമായി കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആർക്കാ 230 വോൾട്ട് കിട്ടുക, ആർക്കാ കിട്ടുക ചോദിച്ചാല് B1ന്റെ ലെഫ്റ്റിനും B2ന്റെ റൈറ്റിനും ഇടയിലാണ് എന്ത് കിട്ടുക, 230 വോൾട്ട് കിട്ടുക. അങ്ങനെ പറഞ്ഞാൽ B1നും B2നും കൂടി 230 വോൾട്ട് കിട്ടും. B1നും B2നും കൂടി 230 വോൾട്ട് കിട്ടും. ശരിയല്ലേ? B1നും B2നും കൂടി 230 വോൾട്ട് കിട്ടുമ്പോൾ ആ വോൾട്ടേജ് അവർ ഷെയർ ചെയ്യും. അപ്പൊ ഒരിക്കലും B1നും B2നും അവർക്ക് ഇൻഡിവിജ്വലായി 230 വോൾട്ട് കിട്ടുന്നില്ല. അവരെന്ത് ചെയ്യില്ല, 40 വർക്ക് ചെയ്യില്ല. സോ ഇവിടുത്തെ ആൻസർ എന്താണ്, 40 വർക്ക് ചെയ്യുക. ആരൊക്കെ മക്കളെ, 40 വർക്ക് ചെയ്യുക, B3യും B4ഉം. ആരൊക്കെ മക്കളെ, B3യും B4ഉം. നെക്സ്റ്റ്, ഗൃഹവൈദ്യ സർക്യൂട്ടിൽ ഉപകരണങ്ങൾ സമാന്തരമായി ബന്ധിപ്പിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ. 2 മേന്മ എഴുതിയാൽ മതി അല്ലേ? മേന്മകൾ നോക്കോ, നോട്ട് ചെയ്ത് വെച്ചോ. ഒന്നാമത്തെ മേന്മ സർക്യൂട്ടിന്റെ സഫല പ്രതിരോധം കുറവായിരിക്കും സമാന്തരമായി ബന്ധിപ്പിക്കുമ്പോൾ. രണ്ടാമത്തെ മേന്മ എല്ലാ ഉപകരണങ്ങൾക്കും തുല്യ വോൾട്ടേജ് ലഭിക്കും സമാന്തരമായി ഉപകരണങ്ങൾ ബന്ധിപ്പിക്കുമ്പോൾ. അടുത്ത മേന്മ മക്കളെ പഠിച്ചോ. ഒരു ഉപകരണം കേടായാലും മറ്റുള്ളതൊക്കെ പ്രവർത്തിക്കും. ഏതാണെങ്കിലും സമാന്തര രീതിയാണെങ്കിൽ ശ്രേണിയിൽ ബന്ധിപ്പിച്ചാൽ എന്ത് ചെയ്യൂല, ഒരു ഉപകരണം കേടായാൽ ബാക്കിയുള്ള ഒന്നും പ്രവർത്തിക്കൂല. അപ്പൊ ആ കേടായ ഉപകരണം മാറ്റി വെച്ചാൽ മാത്രമേ ഏതെങ്കിലും ഉപകരണങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഉപകരണം പ്രവർത്തിക്കുള്ളൂ. എന്നാൽ സമാന്തരാണെങ്കിലോ ഒരു ഉപകരണം കേടായാൽ അത് പ്രവർത്തിക്കൂല, ബാക്കിയുള്ളതൊക്കെ പ്രവർത്തിക്കും. അപ്പോൾ ഒരു ഉപകരണം കേടായാലും ബാക്കിയുള്ളവയൊക്കെ എന്ത് ചെയ്യും, പ്രവർത്തിക്കും. 2 ചോദിച്ചുള്ളൂ കേട്ടോ. ഇതാ അടുത്തമാണെങ്കിൽ പറഞ്ഞോ, ഓരോ ഉപകരണവും ഓരോ സ്വിച്ച് വെച്ച് നിയന്ത്രിക്കാൻ സാധിക്കും. ശ്രേണിയാകുമ്പോൾ കഴിയൂല. ശ്രേണിയാണെങ്കിൽ ഒന്നുകിൽ എല്ലാം ഉപയോഗിക്കണോ, അല്ലെങ്കിൽ ഒറ്റൊന്നും ഉപയോഗിക്കാൻ കഴിയൂല. ആ അവസ്ഥ ഉണ്ടാവല്. അപ്പൊ സമാന്തരാണെങ്കിൽ ഓരോ ഉപകരണം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ സ്വിച്ച് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയും 4 മേന്മകളുണ്ട് ആർക്ക് മക്കളെ, സമാന്തര രീതിയിൽ ഉപകരണം ബന്ധിപ്പിക്കുമ്പോൾ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 115 ഓം പ്രതിരോധമുള്ള ഒരു ഇലക്ട്രിക് ഹീറ്റർ 230 വോൾട്ടേജിൽ പ്രവർത്തിപ്പിക്കാൻ തയ്യാറാക്കിയതാണ്. അപ്പം ഒരു 115 ഓം പ്രതിരോധം ഉണ്ട്, അത് 230 വോൾട്ടിൽ പ്രവർത്തിപ്പിക്കാൻ തയ്യാറാക്കിയതാ. അപ്പൊ പ്രതിരോധം എത്രയാണല്ലോ നമുക്ക് അറിയാം. എത്രയാണ് മക്കളെ, 115 ആണ്. സോ R എത്രയാ മക്കളെ, 115 ഓം ആണ്. ആയിക്കോട്ടെ. ഹീറ്റർ പ്രവർത്തിക്കുമ്പോൾ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് എത്ര? അപ്പൊ മക്കളെ ഇവിടെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം 115 ആണ്, വോൾട്ടേജ് 230 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നൗ ലിസൺ. ഇവിടെ എന്താ, ഹീറ്റർ പ്രവർത്തിക്കുമ്പോൾ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് കാണണം. സോ മക്കളെ കറണ്ട് കാണാൻ V/R ചെയ്താൽ പോരെ. V എത്ര, 230. R എത്ര, 115. ആൻസർ എത്ര, 2 ആംപിയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് നെക്സ്റ്റ്? ഹീറ്ററിന്റെ പവർ എത്ര വാട്ടാണ്? സോ നിങ്ങൾ ഹീറ്ററിന്റെ പവർ കാണണം. ഹീറ്ററിന്റെ പവർ കാണാൻ V/I ചെയ്താൽ പോരെ. V എത്രയാ മക്കളെ, 230 അല്ലേ. I എത്രയാ മക്കളെ, 2 അല്ലേ. സോ 2 that is equal to 460 വാട്ട്സ്, 460 വാട്ട്സ്. ബി ക്വസ്റ്റ്യനും കംപ്ലീറ്റഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ. ഈ ഹീറ്റർ 10 മിനിറ്റ് പ്രവർത്തിപ്പിച്ചാൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം എത്രയായിരിക്കും മക്കളെ? H കാണണം. H is equal to P into T എന്ന് ഉപയോഗിച്ചൂടെ? എടാ പവറും ടൈമും കിട്ടിയാൽ ഏറ്റവും ബെസ്റ്റ് ഹീറ്റ് കാണാൻ P into T. I2 RT V2 അതിലേക്ക് പോണ്ട. ഏറ്റവും ബെസ്റ്റ് ഇതാണ്.
പവർ അറിയാം, ടൈമും അറിയാമെങ്കിൽ ഇതാ ബെസ്റ്റ്. ടൈമിന് എന്തായാലും അറിയണമല്ലോ, നിർബന്ധമാണ്. പവർ അറിയുമെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിലേക്ക് മറ്റുള്ള ഇക്വേഷനിലേക്ക് പോകണ്ട. മക്കളെ പവർ കിട്ടി, നമുക്ക് 460 വാട്ട്സ് നേരത്തെ കിട്ടി. സോ പവറിന് 460 കൊടുക്കുന്നു, ടൈമിനോ 10 മിനിറ്റ് അല്ലേ. 10 മിനിറ്റ് ആകുമ്പോൾ 10 × 60 ചെയ്യണ്ടേ വേണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 × 6 36, 6 ശിഷ്ടം 3, 4 6 24, 3 എത്ര 27, 276, ബാക്കി 1 2 3 0 1 2 3 ജൂൾ. അപ്പൊ അത്ര 2,76,000 ജൂളാണ് മക്കളെ എന്ത് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം. യു ഗോട്ട് ഇറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 200 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തിലൂടെ 200 ഓം. സോ R is equal to 200 ഓം. ഓക്കെ, 0.2 ആംപിയർ കറണ്ട്. സോ I is equal to 0.2 ആംപിയർ. വൈദ്യുതി 5 മിനിറ്റ് പ്രവഹിപ്പിച്ചാൽ 5 സമയം എത്ര മക്കളെ? 5 മിനിറ്റ്. ഓക്കെ, ഉൽപ്പാദിപ്പിക്കുന്ന താപം എത്രയായിരിക്കും മക്കളെ? താപനിലേക്കാണ്ട് എടാ സിമ്പിൾ. I അറിയാ, R അറിയാ, T അറിയാ. എങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കൂട്ടോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. എടാ മക്കളെ H is equal to എന്താ? I square into R into T. ഗുണിക്കാനൊക്കെ അറിയാം മക്കളെ നിങ്ങൾക്ക്. I എത്ര? 0.2 സ്ക്വയർ ഉണ്ട് ഇൻറ്റു R എത്ര? 200 ഉണ്ട്. T എത്ര? 5 മിനിറ്റ്. 5 × 60. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 സ്ക്വയർ പറഞ്ഞാൽ 0.2 × 200 എന്നുള്ള 2 × 10 × 10 ആക്കി. കുഴപ്പമില്ലല്ലോ. 200 പറഞ്ഞാൽ എന്താ? 2 × 10 അല്ലേ? അല്ലേടാ. ഇൻറ്റു 6 5 30 0 300 അല്ലേ? 6 5 30 1 0 300 ഗുണിക്കാൻ അറിയില്ല നിങ്ങൾക്ക്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.2 × 10 2 0.2 × 10 2. അപ്പോൾ എത്രയായി? 2 × 2 ആയി. ഇൻറ്റു പിന്നെ ഒരു 2 ഇവിടെ ഉണ്ട്, എക്സ്ട്രാ ഉണ്ട്. ഇൻറ്റു അവിടെ ഒരു 300 ഉണ്ട്. ശരിയല്ലേ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2 4 4 × 2 8 8 × 3 24 24 2 0. സോ ആൻസർ ഈസ് 2400 ജൂൾ. ഓക്കെ, ക്ലിയർ? ഓക്കെ, നൗ നെക്സ്റ്റ് ഇനി ക്വസ്റ്റ്യൻ ഉണ്ടായില്ല? ഇല്ല, കഴിഞ്ഞു. അപ്പോൾ താപം കണ്ടു. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ യൂണിറ്റ് ചെയ്തേ മക്കളെ, മറന്നു പോകരുത്. ജൂൾ യൂണിറ്റ് ചെയ്താണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലിസൺ. 6 ഓം പ്രതിരോധമുള്ള ഒരു ചാലകം. എത്ര മക്കളെ? 6 ഓം പ്രതിരോധമുള്ള ഒരു ചാലകം. 6 ഓം പ്രതിരോധമുള്ള ചാലകത്തിൽ കൂടി T സെക്കൻഡ് സമയത്തേക്ക് I ആംപിയർ കറണ്ട് പ്രവഹിക്കുമ്പോൾ ലഭിക്കുന്ന താപത്തിന്റെ അളവ് H ജൂളാണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന താപം H ജൂളാണ്. ഓക്കെ, ഇതേ ചാലകത്തിൽ, അതേ ചാലകം എന്ന് പറയുമ്പോൾ അതേ പ്രതിരോധമായിരിക്കും കേട്ടോ, സെയിം R. ഓക്കെ, ഇതേ സമയത്തേക്ക്, അപ്പോൾ എത്ര? T സെക്കൻഡ് സമയത്തേക്കുള്ള താപത്തിന്റെ അളവ്. അപ്പോൾ താപത്തിന്റെ അളവ് 4 ഇരട്ടിയായി ഉയർത്തണമെങ്കിൽ, 4 ഇരട്ടി അറിയുമ്പോൾ എത്ര? ആദ്യം H ഉള്ള ഇപ്പം എത്രയായി? 4H ആയി. ഉയർത്തണമെങ്കിൽ കറണ്ട് എത്ര ഇരട്ടിയായി വർദ്ധിക്കണം? സോ കറണ്ട് കാണുന്നത് I ഡാഷ് എന്ന് എഴുതാം, എത്ര കറണ്ട് ആവണം എന്നുള്ളത്. സോ ഇവിടെ നമുക്ക് എഴുതാം മക്കളെ, H is equal to എന്ത് എഴുതാം? I square RT എന്ന് എഴുതാം. H is equal to I square RT എഴുതാം. എവിടെ എന്താ മക്കളെ വരിക? ഇവിടെ 4H is equal to ഇവിടുത്തെ കറണ്ട് കാണാൻ പറഞ്ഞു. ഓക്കെ, കറണ്ട് ആദ്യമുള്ള കറണ്ട് എത്ര ഇരട്ടിയാക്കണം എന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ലിസൺ, ആൻസർ 2 times ആണ്. നമുക്ക് നോക്കാം എങ്ങനെ കിട്ടിയോ നോക്കാം. സോ 4H താപം അല്ലേ is equal to ഇവിടുത്തെ കറണ്ട് എത്ര? I ഡാഷ്. സോ I ഡാഷിന്റെ സ്ക്വയർ ഇൻറ്റു ഇവിടുത്തെ റെസിസ്റ്റൻസ് R ടൈം T. Now listen, put this equation number 1 and this equation number 2. നിങ്ങൾ ചെയ്യേണ്ട കാര്യം 2/1 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? അവിടെ 2 പറയുമ്പോൾ 4H by ഒന്നാമത്തെ H is equal to അപ്പുറത്ത് I dash square into R into T by ഒന്നാമത്തെ ഉള്ള I square RT. ഓക്കെ, R പോയി T പോയി H പോയി. Now that is 4 is equal to I dash square into ഇല്ല I dash square by I square. സമതല്ലേ? ഈ I square ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ മക്കൾ വരിക 4I square എന്ന് വരും. that is I dash square is equal to എന്താണ്? I dash square is equal to 4I square എന്ന് വരും. that is മക്കളെ ശ്രദ്ധിക്കടാ, എന്ത് വരും? I dash square is equal to 4 പകരം 2 square എന്നിടുക, I square പകരം I square 2. so 2 square I square.
Now listen, ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം 2i the whole square എന്ന് എഴുതാം, ശരിയല്ലേ? അപ്പോൾ i dash square എന്ന് പറഞ്ഞാൽ എന്താ? 2i the whole square. a square is equal to b square ആണെങ്കിൽ a is equal to b ആയിരിക്കും. അതേ ഫോർമുല അപ്പോൾ വന്ന്. സോ i dash square is equal to 2i whole square ആണെങ്കിൽ i dash എന്തായിരിക്കും? 2i ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? i dash is equal to മക്കളെ എന്താ? 2i. അപ്പോൾ ആൻസർ എന്താടാ? അപ്പോൾ പുതിയ കറണ്ട് എന്ന് പറഞ്ഞാൽ പുതിയ ഇതിൽ കൂടെ ഒഴുകുന്ന കറണ്ട്, അതായത് ഹീറ്റ് 4 മടങ്ങാക്കാൻ, താപം 4 മടങ്ങാക്കാൻ കറണ്ട് എത്ര ആവണം മക്കളെ? 2 മടങ്ങ് വർദ്ധിക്കണം. ഓൾ ഓഫ് യു ക്ലിയർ? റെഡി? ഓക്കെ. സോ നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറും പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആട്ടോ മക്കളെ, പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. 1000 ഓം പ്രതിരോധമുള്ള ഒരു ചാലകത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന വരയിട്ട ഭാഗം പൂരിപ്പിക്കുക. ഓക്കെ, 1000 ഓം ഉണ്ട്. അപ്പോൾ R എത്രയെന്നുള്ളത് മനസ്സിലായി. R എത്രയാ മക്കളെ? R is 1000 ohm. R is 1000 ohm. അവിടെ മനസ്സ് വെച്ചോട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാവും. ഇനി വരയിട്ടോ ഇതൊക്കെ പൂരിപ്പിക്കണം, ഇതൊക്കെ പൂരിപ്പിക്കല്ലേ? സോ ലിസൺ, നമ്മൾ പൂരിപ്പിക്കാൻ പോവാണ്. ശ്രദ്ധിക്കുക. ലിസൺ. പവർ 40 വാട്ട്സ്, വോൾട്ടേജ് 200 വോൾട്ട്, കറണ്ട് എത്രയെന്നുള്ളത് കാണണം. സോ P is equal to V into I is equal to P by V is equal to 40/200. ഒരു 0 പോയി, ഇത് പോയി 5 ആയി. ആൻസർ ഈസ് 1/5 ആംപിയർ. 1/5 എന്ന് പറഞ്ഞാൽ 0.2 എന്നും പറയും. സോ ആൻസർ ഈസ് 0.2 ആംപിയർ. ഇവിടെ 0.2 എന്ന്. മക്കളെ സിംപ്ലിഫിക്കേഷൻ വേഗം ചെയ്യണം. ഓക്കെ, മാത്തമാറ്റിക്സ് ആണ്, വേഗം ചെയ്തോളണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്തെന്താ? കറണ്ട് 1 ആംപിയർ. പക്ഷെ അടാ ഇവിടെ നമുക്ക് ഇതും അറിയില്ല അല്ലേ? വി അറിയില്ല, പി യു അറിയില്ല. എടാ ഒരു കാര്യം ചെയ്യാം, കറണ്ട് 1 ആംപിയർ അല്ലേ? ഓക്കെ, നൗ ലിസൺ. കറണ്ട് 1 ആംപിയർ ആണെങ്കിൽ നമുക്ക് വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നുള്ള ഇക്വേഷൻ അല്ലേ? ഇവിടെ നമുക്ക് വി കണ്ടുകൂടെ? വി ഇസ് ഈക്വൽ ഐ എത്ര? 1. ആറോ? 1000. സോ 1 ഇൻറ്റു 1000 എത്ര മക്കളെ? 1000 വോൾട്ട്. ശരി, അപ്പോൾ 1000 വോൾട്ട് കിട്ടി. എന്ത് കിട്ടി? 1000 വോൾട്ട്. അത് 1000 വോൾട്ട് എന്ന് കിട്ടി, ശരിയല്ലേ? ഇനി വോൾട്ടേജും അറിയാം, കറണ്ടും അറിയാം. പവർ എങ്ങനെ കാണും? P is equal to V into I. അല്ലേടാ, വി എത്ര? 1000. ഐ എത്ര? 1. സോ ആൻസർ എത്ര? 1000. സുധു 1000, ശരിയല്ലേ? അപ്പോൾ 1000 വാട്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത ക്വസ്റ്റ്യന് വോൾട്ടേജ് 100 വോൾട്ട്, കറണ്ട് അറിയില്ല, പവറും അറിയില്ല. I is equal to V by R. ഓം നിയമം. I is equal to V by R. V 100, 6, 1000 is equal to 2 0 1/10. that is equal to 0.1 വോൾട്ട് അല്ല, കറണ്ട് അല്ലേ? ആംപിയർ. സോ കറണ്ട് കിട്ടി 0.1 ആംപിയർ. കറണ്ട് അറിയാം, വോൾട്ടേജ് അറിയാം, പവർ കാണണം. P is equal to V into I. that is equal to V എത്ര? 100 into 0.1. ആൻസർ 10 വാട്ട്സ്. ഓക്കെ, 100 into 0.1 10 ആണ്. ഒരു പോയിന്റ് മാറ്റി കുത്തുക അല്ലേ? ഓക്കെ, സോ ആൻസർ ഈസ് 10 വാട്ട്സ്. 10 വാട്ട് കേട്ടോ, 10 വാട്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓക്കെ ആണല്ലോ? റെഡി? സോ ലിസൺ, നമ്മൾ അപ്പം ഈ ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസും പരിചയപ്പെട്ടു. ചാപ്റ്റർ നമ്മൾ ഓടിച്ച് എല്ലാ ഏരിയാസ്, ഫോക്കസ് ഏരിയൻ്റെ എല്ലാ ഏരിയാസും നമ്മൾ കവർ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം മക്കളെ. വൃത്തിയായിട്ട് പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പാണ് 1/2 മാർക്ക് മിസ്സാവില്ല. ഒരു സുവർണാവസരമാണ്, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയൊരു അവസരമാണ്. അത് മിസ് ചെയ്യേണ്ട. ഈ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞ കാര്യം മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ പെട്ടെന്ന് ഈ ചാപ്റ്റർ തീർത്തതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ടാർഗറ്റ് ലേണിംഗ് ആപ്പിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എല്ലാ വീഡിയോസും ഡീറ്റെയിൽഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ മക്കൾ വൃത്തിയായിട്ട് പഠിക്കണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.